Hello, my dear students. Welcome to An Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോക്ക് ടെസ്റ്റ് 2ന്റെ സൊല്യൂഷൻസ് ആണ് കെമിസ്ട്രി. എല്ലാവരും എക്സാം എഴുതിയിട്ടിരിക്കുകയായിരിക്കും നമുക്കറിയാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഏതിനാണ് കൂടുതലെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാം തന്നിട്ടുള്ളത് സെന്റിമീറ്റർ ക്യൂബിലാണ് നമുക്ക് വാല്യൂസ് എല്ലാം തന്നിട്ടുള്ളത്. ഇസ് ദാറ്റ് റൈറ്റ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് 1 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 ml ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ml എന്ന് തന്നു കഴിഞ്ഞാലും സെന്റിമീറ്റർ ക്യൂബ് തന്നു കഴിഞ്ഞാലും രണ്ടും എന്താണ്, സെയിം ആണെന്ന് മനസ്സിലാക്കി വെക്കണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നതിൽ മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നതിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മൊളാർ മാസ്. ഇവിടെ നമുക്ക് വോളിയമാണ് തന്നിട്ടുള്ളത്, എല്ലാം മറ്റേ STPയിലാണ് വോളിയം തന്നിട്ടുള്ളത്. അപ്പോൾ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ ml എല്ലാം, സെന്റിമീറ്റർ ക്യൂബിലാണ് എല്ലാം. സോ അത് 22,400 എന്നുള്ള രീതിയിൽ വരും. കാരണം 22.4 ലിറ്റർ ആണ് നമ്മൾ സാധാരണ ലിറ്ററിൽ പറയുകയാണെങ്കിൽ. ml കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് 22,400 ആയിട്ട് മാറും. ഇൻറ്റു NA എന്ന് പറയുന്ന വാല്യൂ വരും. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി. ഇവിടെയുള്ള ഈ ന്യൂമറേറ്റർ ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്യുക, കൂടുതൽ വരിക. ഒറ്റയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു രീതിയിലോട്ട് പോകാൻ പറ്റും. ആദ്യത്തെ ന്യൂമറേറ്റർ തന്നിട്ടുള്ളത്, ഫസ്റ്റ് ന്യൂമറേറ്റർ ഇറ്റ് ഈസ് ഗിവൺ 150 സെന്റിമീറ്റർ ക്യൂബ് ആണ്. പിന്നെ 50 ml ആണ്. പിന്നെ 250 ml ആണ്. ഡെഫിനറ്റ്ലി ഇതിൽ 250 ml വരുമ്പോഴല്ലേ ഇതിൽ വലിയ വാല്യൂ വരിക. സോ ഡെഫിനറ്റ്ലി ഇത് 250 ആയിരിക്കണം. 250 ml വരുമ്പോഴാണ് ദിസ് വിൽ ബി എ മാക്സിമം വാല്യൂ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരാൻ പറ്റുക. ഈസി ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലൂടെ ഈസി ആയിട്ട് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്ക്. ദ റേഷ്യോ ഓഫ് ദി റേഡിയായി ഓഫ് ദി ഫസ്റ്റ് 3 ബോർ ഓർബിറ്റീസ്. ഫസ്റ്റ് 3 ബോർ ഓർബിറ്റിന്റെ റേഡിയസിന്റെ റേഷ്യോ. നമ്മുടെ ബോർ തിയറി പ്രകാരം റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റൽ Rn ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു n² ഡിവൈഡഡ് ബൈ Z എന്നുള്ള രീതിയിൽ നമുക്ക് ജനറലി എഴുതാൻ പറ്റും. ഫസ്റ്റ് 3 ഓർബിറ്റ് എന്ന് പറയുമ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് A0 Z ഉണ്ട്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും Rn is directly proportional to n² എന്ന് പറയുന്ന രീതിയിൽ പറയാൻ പറ്റും. സോ വി ക്യാൻ സേ ഇഫ് n is equal to 1, ഫസ്റ്റ് ഓർബിറ്റ് ആണ് വരുന്നതെങ്കിൽ R1 is directly proportional to 1² എന്നുള്ള രീതിയിൽ വരും. ഇഫ് n is equal to 2, R2 is directly proportional to 2² എന്നുള്ള രീതിയിൽ വരും. ഇഫ് n is equal to 3, R3 is directly proportional to 3² എന്നുള്ള രീതിയിൽ വരും. ദാറ്റ് ഈസ് equal to 1, 4, 9 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കും അതിൻ്റെ വാല്യൂസ് വരിക. 149 എന്ന് പറയുന്ന റേഞ്ചിൽ. അങ്ങനെ 149 എന്ന് പറയുന്നതിൽ കറക്റ്റ് കിട്ടുന്നത് ഓപ്ഷൻ 3. പ്യുവർലി നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഒന്നല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. At 27 degrees Celsius, 1 mole of an ideal gas compressed isothermally and reversibly from a pressure 2 atm to 10 atm. The value of ഏതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ യു ആൻഡ് ക്യൂ. ഡെൽറ്റ യുവിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. Already in this question it is given, it is purely what, isothermal condition. It is purely isothermal condition. Isothermal condition means delta T is equal to 0. Delta U means at constant volume it is happening, that is QV എന്ന് നമ്മൾ പറയും. That is equal to NCV delta T എന്ന് പറയുന്ന ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇതിൽ ഡെൽറ്റ ടി എന്ന് പറയുന്ന ടേമിന്റെ വാല്യൂ എന്തായിട്ട് മാറുകയാണ്, 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ ദി വാല്യൂ ഓഫ് ഡെൽറ്റ യു ഈസ് 0. അങ്ങനെ വരുന്ന സമയത്തിന് ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഡെൽറ്റ യു 0 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1 വരുന്നുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്ക് ഓപ്ഷൻ 1 ആണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ പറയാൻ പറ്റും. എന്നിരുന്നാലും നമുക്ക് അവിടെ പറയാനുള്ളത്, അടുത്ത് ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്ന ടേം വരും. ദാറ്റ് ഈസ് ക്യൂ പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡബ്ല്യു എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കിട്ടും. ഇസ് ദാറ്റ് റൈറ്റ്? അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഡബ്ല്യു ആണ്. അപ്പോൾ ഇനി ഡബ്ല്യൂയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ദർ ആർ 2 പ്രഷർ ഈസ് ഗിവൺ. നമുക്ക് 2 പ്രഷേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഐസോതെർമൽ ആൻഡ് റിവേഴ്സിബിൾ കണ്ടീഷനിലും വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ജനറലി ദാറ്റ് ഈസ് ഈക്വൽ ടു -2.303 NRT ലോഗ് V2 ബൈ V1 എന്നാണ് ജനറലി ഇക്വേഷൻ. പ്രഷർ വരുന്ന സമയത്ത് അത് P1 ബൈ P2 എന്നുള്ള രീതിയിൽ നമുക്ക് ജനറലി എഴുതാൻ പറ്റും. Is that right?
ഇങ്ങനെ നമുക്ക് ജനറലി എഴുതാൻ പറ്റും. അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 NRT ലോഗ് P2 ഡിവൈഡഡ് ബൈ P1 എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ആ മൈനസ് വാല്യൂ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ എഴുതുന്ന സമയത്ത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 എന്നിന്റെ വാല്യൂ. what is the value of n is given in this question? It is already is given in this question. It is 1 mole of an ideal gas. 1 mole of an ideal gas ആണ്, പ്രഷർ 2 to 10 atm ആണ്. So 1 mole of an ideal gas, the value of n is 1. R ന്റെ വാല്യൂ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, what is the value of R is using in here? R ന്റെ വാല്യൂ നമുക്ക് എത്രയാണ് യൂസ് ചെയ്യാൻ പറ്റുക? what is its given? നമുക്ക് കലോറിയിലാണ് ആൻസർ തന്നിട്ടുള്ളത് അല്ലേ? കലോറിയിലാണ് ആൻസർ തന്നിട്ടുള്ളതെങ്കിൽ ആറിന്റെ വാല്യൂസ് നിങ്ങൾ നോർമലി ഓർമ്മിച്ച് വെക്കണം. ആറിന്റെ വാല്യൂസ് നമ്മൾ ജനറലി പറയാറുള്ളത് 8.314 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് 1/12 എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അനദർ ആർ വാല്യൂ ഇസ് 0.0821 ലിറ്റർ ബാറോ ലിറ്റർ ATM, ലിറ്റർ ബാർ ഓർ ലിറ്റർ ATM കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോറി, ദിസ് ഈസ് നോട്ട് 1/12 അല്ല, ജസ്റ്റ് എ മിനിറ്റ്, ഇത് 1/12 അല്ല, 100/12 എന്ന് ചെയ്താൽ മതി കേട്ടോ. ദിസ് ഈസ് 100/12. കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി 100/12 എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഈ 0.0821 എന്നുള്ളതിനെ നമുക്ക് 1/12 എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി കലോറിയിലാണ് ആറിന്റെ വാല്യൂ വരുന്നതെങ്കിൽ യു ഹാവ് ടു റിമെമ്പർ ഇറ്റ് ഈസ് 2 cal. നമുക്ക് 2 ആണ് നമുക്ക് ആറിന്റെ വാല്യൂ വരിക. 2 ഇൻറ്റു ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, പ്ലസ് 273 വരുമ്പം 300 വരും, ഇൻറ്റു ലോഗ് ഫൈനൽ ഇവിടെ P2/P1 ആണ്. നമുക്ക് 2 to 10 atm എന്നാണ് പറഞ്ഞുള്ളത്. അപ്പം ഫൈനൽ 10 ആണ് വരുന്നത്. സോ 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ലോഗ് 5 എന്ന് പറയുന്ന വാല്യൂ വരും. That is equal to 2.303 into 600 into log 5 എന്ന് പറയുന്ന വാല്യൂ വരും. ലോഗ് 5ന്റെ വാല്യൂ 0.7 എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും വരും. സോ ആ വാല്യൂ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. 2.303 into 600 എന്ന് ചെയ്തിട്ട് അതിനെ 0.7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റിംഗ് എ ഫൈനൽ ആൻസർ ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 967.26 എന്ന് പറയുന്ന ഒരു ഫൈനൽ വാല്യൂലോട്ട് നിങ്ങൾക്കിത് വരും. അപ്പം നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് Q is equal to minus of W. So this will be equal to minus 967.26 എന്ന് പറയുന്ന വാല്യൂലോട്ട് നമുക്ക് Qന്റെ വാല്യൂ വരും. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 1 തന്നെയാണ്. ദർ ഈസ് നോ അതർ ഓപ്ഷൻ. അപ്പം ആ കറക്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷൻ 26 അല്ല അല്ലേ, 967.84 എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് 967.84 ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ആ വാല്യൂലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. പക്ഷെ ഇത്രയൊന്നും നമ്മൾ ചെയ്യാൻ നിൽക്കില്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരുന്ന് ഇപ്പം റിപ്പീറ്റ് അല്ല, ദാറ്റ് മീൻസ് ഇപ്പം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ജനറലി ഇത് ഒറ്റയടിക്ക് നമുക്ക് ഐസോതെർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഡെൽറ്റ യുന്റെ വാല്യൂ 0 എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഫൈനൽ ആൻസറിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. റെഡി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? For the reaction 2SO2 plus O2 gives 2SO3 plus heat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു റിമെമ്പർ ഇവിടെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ആൻഡ് ദി ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. ഫോർവേഡ് റിയാക്ഷൻ എക്സോയും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്, എൻഡോതെർമിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ SO3ന് ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻസ് പ്രഷറും ടെമ്പറേച്ചറും ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാലാണ് എക്സോതെർമിക് റിയാക്ഷൻ സംഭവിക്കുക. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഏതാ സംഭവിക്കുക, എൻഡോതെർമിക് റിയാക്ഷൻ ആണ് സംഭവിക്കുക. സോ ഇവിടെ നമുക്ക് ഏത് റിയാക്ഷൻ ആണ് സംഭവിക്കേണ്ടത്? ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ ദി റിയാക്ഷൻ ഷുഡ് ഹാപ്പൻ അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്ന 2 കണ്ടീഷൻ ആണുള്ളത്. അപ്പൊ ഇനി നോക്കാനുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷറാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ when pressure increases the reaction will proceed where having number of mole less. നമ്പർ ഓഫ് മോൾ ലെസ്സർ ആയിട്ടുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും, റിയാക്ഷൻ സംഭവിക്കും. ഏത് കൂടിക്കഴിഞ്ഞാൽ, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ. സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്പർ ഓഫ് മോൾ എത്ര വരുന്നത്, 3 ആണ്. ഇവിടെ നമ്പർ ഓഫ് മോൾ 2 ആണ്. സോ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് എന്ത് ചെയ്യും, സംഭവിക്കും. സോ പ്രഷർ കൂടണം. അപ്പൊ അടുത്ത കേസ് വേണ്ടത് പ്രഷർ കൂടണം, ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. റെഡി, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ.
A weak acid HA has Ka value. Ka value തന്നിട്ടുണ്ട്. That is Ka value is 10 raised to minus 6 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. What would be the molar ratio of acid to its salt? ആസിഡിൽ നിന്ന് സാൾട്ടിലോട്ടുള്ള molar ratio എത്രയെന്നുള്ളതാണ്. ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ അതും ബഫർ സൊല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇത്. Acid to salt with strong base, the pH of buffer എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്, that is equal to 5. Henderson Hasselbalch equation of acidic buffer equation എന്താ? pH is equal to pKa plus log concentration of salt divided by concentration of acid എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ പി എച്ചിന്റെ വാല്യൂ 5 ആണ്. നമുക്ക് കെ എ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ പി കെ എ കണ്ടുപിടിക്കണം. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ടു ഫൈൻഡ് ഔട്ട് പി കെ എ. പി കെ എ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ എ എന്നുള്ള വാല്യൂ വെച്ചിട്ട് പി കെ എ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് പി കെ എ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ എന്റെ വാല്യൂ 10 റൈസ് ടു മൈനസ് 6 ലോഗ് എ റൈസ് ടു ബി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് 6 ഇൻറ്റു മൈനസ് ലോഗ് 10. ഞാൻ ഇങ്ങനെ പറയുന്നത് പ്ലസ് ടുകാർക്ക് വേണ്ടിയിട്ടാണ്. റിപ്പീറ്റേഴ്സ് യു ഓൾറെഡി നോ ഹൗ ടു ഡു ദിസ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾക്കത് 6 എന്ന് പറയുന്ന വാല്യൂലോട്ട് കിട്ടും. ഏതിന്റെ വാല്യൂ? പി കെ എന്റെ വാല്യൂ. സോ പി എച്ചിന്റെ വാല്യൂ 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി കെയുടെ വാല്യൂ 6 ആണ്. പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു കിട്ടി. സോ ഇതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ -1 എന്ന് കിട്ടും. സോ -1 ഇസ് ഈക്വൽ ടു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് divided by concentration of acid എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. Is that right? So നമുക്കിപ്പോൾ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ ആസിഡിന്റെ വാല്യൂ -1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ അഗെയിൻ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് divided by concentration of acid എന്നുള്ളതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് -1 ആണ്. Therefore concentration of salt divided by concentration of acid എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ലോഗ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 റൈസ് ടു -1 എന്ന് പറയുന്ന വാല്യൂലോട്ട് കിട്ടും. 10 റൈസ് ടു -1 എന്നുള്ള വാല്യൂലോട്ട് കിട്ടി. ഇതിപ്പം സാൾട്ട് ബൈ ആസിഡ് ആണ്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ പ്യൂർലി ഇറ്റ് ഈസ് ഗിവൺ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ദി മോളാർ റേഷ്യോ ഓഫ് ദിസ് ആസിഡ് ആൻഡ് ഇറ്റ് സാൾട്ട്. ആസിഡ് ആൻഡ് സാൾട്ടിനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സാൾട്ട് ടു ആസിഡ് എത്രയാണ്? 10 റൈസ് ടു -1 ആണെങ്കിൽ കോൺസെൻട്രേഷൻ റിവേഴ്സ് ചെയ്യാണ്. ആസിഡ് ടു എന്താക്കി മാറ്റുകയാണ്? സാൾട്ട് ആക്കി മാറ്റുകയാണ്. ആസിഡ് ടു സാൾട്ട് ആക്കുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 10 എന്ന് പറയുന്ന വാല്യൂലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഇത് കിട്ടുന്നു. സോ ദ ഫൈനൽ ആൻസർ ഷുഡ് ബി 10 ആണ് നമുക്ക് വാല്യൂ വരേണ്ടത്. ഓപ്ഷൻ ബി, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ചെക്ക് ചെയ്ത് നോക്കുക ഓരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? The following redox reaction is balanced with set of coefficient. ഈ redoxനെ എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് Zn എന്ന് പറയുന്ന മോളിക്യൂൾ Zn2+ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ Zn ഈസ് കൺവേർട്ടഡ് ഇൻ ടു Zn2+, Zn2+ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഇലക്ട്രോൺ എന്ന് പറയുന്ന കേസ് ഉണ്ട്. അതേസമയം അടുത്തത് എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിയേ. NO3- എന്ന് പറയുന്ന മോളിക്യൂൾ NH4+ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. NO3- എന്ന് പറയുന്ന മോളിക്യൂൾ ഈസ് കൺവേർട്ടഡ് ഇൻ ടു NH4+ എന്ന് പറയുന്ന മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നോക്ക് 3 ഓക്സിജൻ ഉണ്ട്. ഈ 3 ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ യു ഹാവ് ടു റിമെമ്പർ ദി റെഡോക്സ്. ഈ 3 ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3H2O എന്നുള്ള വാല്യൂനെ ആഡ് ചെയ്യുന്നു. 3H2O. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ 4 ഹൈഡ്രജനും ഇവിടെ 3 × 2 6 ഹൈഡ്രജനും ടോട്ടൽ 10 ഹൈഡ്രജൻ ആണ് നമുക്ക് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. 10 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുന്നത് ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് ഹാപ്പനിങ് ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയം ആയതുകൊണ്ട് തന്നെ ഈ 10 ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു ബാലൻസ് ദി 10 ഹൈഡ്രജൻ ഞാൻ ഇവിടെ എന്താ ആഡ് ചെയ്യണം? 10H+നെ ഇവിടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. വി ഹാവ് ടു ആഡ് 10H+നെ ആഡ് ചെയ്യണം. അപ്പൊ ഇപ്പം നമ്മൾ ഇത് ഓൾറെഡി നോട്ട് ബാലൻസ്ഡ്, ഇതിനെ ബാലൻസ് ചെയ്തിട്ടില്ല. ഇതിനെ ഫർദർ ആയിട്ട് വീണ്ടും ബാലൻസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് കിട്ടിയുള്ളത് NO3- 10H+ എന്ന് പറയുന്ന റിയാക്ഷൻ എന്തായിട്ട് മാറിയിട്ടുണ്ട്? NH4+ 3H2O എന്ന് പറയുന്ന റിയാക്ഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ നോക്കുന്ന സമയത്ത് വാട്ട് ഈസ് എ നെറ്റ് ചാർജ് ഹിയർ? നമ്മൾ സാധാരണയായിട്ട് ഈസി മെത്തേഡ് ചാർജ് ബാലൻസിങ് ആണ്. ചാർജ് ബാലൻസിങ് നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് 10 പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ടോട്ടൽ 9 പോസിറ്റീവ് ചാർജ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ടോട്ടലി ഉള്ളത് ഒരു പോസിറ്റീവ് ചാർജ് ആണ്.
ഒരു പോസിറ്റീവ് ചാർജാണ്, ഒറ്റ പോസിറ്റീവ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 8 ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8 ഇലക്ട്രോൺ അതായത് -8 സംഭവിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. സോ രണ്ട് സൈഡിലെയും ചാർജിന് എന്ത് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ചെയ്തിട്ടുണ്ട്. Is that right? ഇവിടെ 8 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ചാർജ് ബാലൻസിങ് സംഭവിക്കുക. ബിക്കോസ് യു ഹാവ് ടു റിമെമ്പർ വൺ തിങ് വൺസ് അഗെയിൻ, ഇവിടെ 9 പോസിറ്റീവ് ചാർജസ് ഉണ്ട്, അതിലോട്ട് 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജസ് ആണ്. ബാക്കി അപ്പം 9ൽ നിന്ന് 8 പോയി ബാക്കി ഒരു പോസിറ്റീവ് ചാർജ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ഇവിടെ ഓൾറെഡി 1 പോസിറ്റീവ് ആണ്. അപ്പൊ രണ്ട് സൈഡിലും ചാർജ് ബാലൻസ്ഡ് ആയി. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഫർദർ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് ഹിയർ യു ഹാവ് 8 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 8 ഇലക്ട്രോൺ ആക്കണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് ഫസ്റ്റ് ഇക്വേഷൻ ബൈ 4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത് 4Zn gives എന്തായിട്ട് മാറും, 4Zn2 പ്ലസ് 8 ഇലക്ട്രോൺ എന്നുള്ള രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. ഈ എല്ലാ റിയാക്ഷൻസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് when we are adding this all reactions, ഈ all reactions നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് how is the reaction will be coming, 4Zn പ്ലസ് NO3 മൈനസ് പ്ലസ് 10H പ്ലസ് 8 ഇലക്ട്രോൺ gives 4Zn2 പ്ലസ് 8 ഇലക്ട്രോൺ പ്ലസ് NH4 പ്ലസ് 3H2O എന്ന് പറയുന്ന വാല്യൂലോട്ട് നമ്മൾ ഫൈനൽ ഇക്വേഷൻ വരും. Is that right? That's our final equation. ഇതിൽ നമുക്ക് ഈ 8 ഇലക്ട്രോൺ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് എവറിത്തിങ് ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഔട്ട്. സോ ഫൈനലി നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുള്ളൂ, 4Zn പ്ലസ് NO3 മൈനസ് പ്ലസ് 10H പ്ലസ് gives 4Zn2 പ്ലസ് NH4 പ്ലസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്. സോ ഇതിൽ ഓരോ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്റെ വാല്യൂ, വാട്ട് ഈസ് എ വാല്യൂ ഇസ് ഗിവൺ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. എ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, കിട്ടും. എ വാല്യൂ നമുക്ക് എത്ര കിട്ടിയുള്ളത്, 4 ആണ് കിട്ടിയിട്ടുള്ളത്. ഇസ് ദാറ്റ് റൈറ്റ്? എ വാല്യൂ 4 കിട്ടിയിട്ടുണ്ട്. ബി വാല്യൂന്റെ വാല്യൂ 1 ആണ്. NO3യുടെ വാല്യൂ ഇവിടെ 1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ A4 B1. ഇനി ഇവിടെ അർത്ഥം നോക്കുക, സി എന്ന് പറഞ്ഞാൽ H+ന്റെ വാല്യൂ 10 ആണ്. Is that right? അങ്ങനെ കിട്ടുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 4 ഈസ് എ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. കൃത്യമായിട്ട് ബാലൻസിങ്ങിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം നോക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫ്രം ദ ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Given a solution of glucose, ഒരു ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്, ആൻഡ് സൊല്യൂഷൻ ഓഫ് NaCl തന്നിട്ടുണ്ട്, in which equal weight of glucose and NaCl is dissolved in equal volume of water. Equal weight in equal volume ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മോട് ചോദിച്ചിട്ടുള്ളത് ഇതിന്റെ ഫ്രീസിംഗ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. As you know, based on the freezing point എന്ന് പറയുമ്പോൾ delta TF is equal to I into KF into molality എന്ന് പറയുന്ന വാല്യൂ ആണ് വരിക. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഐനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. NaCl എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്ത് ഉണ്ടാവുന്നത് Na+ ഉണ്ട്, പിന്നെ എന്തുണ്ട്, Cl- ഉണ്ട്. സോ അവിടെ ഐന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതേസമയം C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഒരു നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. നോൺ ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഐന്റെ വാല്യൂ ഈസ് ഓൾവേസ് 1 ആണ് എന്നുള്ള കേസും നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പം ഐന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ഡെൽറ്റ TFന്റെ വാല്യൂ എന്ത് ചെയ്യും, കൂടും. ഇഫ് ദ ഐ വാല്യൂ ഇൻക്രീസസ് ദി ഡെൽറ്റ TF. അപ്പൊ ഐന്റെ വാല്യൂ കൂടുതൽ NaCl-നാണ്. NaCl-നാണ് ഐന്റെ വാല്യൂ കൂടുതൽ. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് മോർ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് 2 സൊല്യൂഷൻ വിൽ ഹാവ് സെയിം ഫ്രീസിംഗ് പോയിന്റ് അല്ല. ഐന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെയിം ഫ്രീസിംഗ് പോയിന്റ് അല്ല. 2 സൊല്യൂഷൻ വിൽ ഹാവ് സെയിം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണെങ്കിലും ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു I into KB into molality ആണ്. അതും ഐനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സെയിം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും അല്ല. The NaCl solution will have the larger depression in freezing point than glucose solution. എന്ന് പറയുന്നതാണ് correct answer. You know why it is the reason for this, because when the I value increases, NaCl I value 2 ആണ്. I value കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ TF എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. സോ അങ്ങനെ വരുന്ന സമയത്ത് NaCl I value 2 ആണ്. That's why the option 3 is coming. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. Zn2+ Zn electrode is diluted 100 times. നമുക്ക് Zn2+ Zn electrode ഡൈല്യൂട്ട് ചെയ്തു 100 ടൈംസിൽ. അങ്ങനെയാണെങ്കിൽ ദ ചേഞ്ച് ഇൻ EMF എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ചേഞ്ച് ഇൻ ഇ എം എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ ഇ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ന്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് ഇനീഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ന്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നിന്ന് ഇനീഷ്യൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം, വേർതിരിക്കണം. അപ്പം നമ്മുടെ ന്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡൈല്യൂട്ട് ചെയ്തതിന്റെ ശേഷമുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കൺസിഡർ ചെയ്യുക. സോ ഞാനിവിടെ എഴുതുന്നുണ്ട് ഈ ന്യൂ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ സെൽ ഇസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇ നോട്ട് സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ ZN2 പ്ലസ് ആകുമ്പോൾ എന്നിന്റെ വാല്യൂ 2 ലോഗും കോൺസെൻട്രേഷൻ ഓഫ് ZN2 പ്ലസിനെ മേലിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് അവിടെ പ്ലസ് എടുത്തത്. ഡൈല്യൂട്ട് ചെയ്തപ്പം ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഈ ന്യൂ എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ഇസ് ദാറ്റ് റൈറ്റ്? ZN2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. ZN2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഇനീഷ്യൽ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഈ ഇനീഷ്യൽ എന്ന് പറയുന്ന വാല്യൂലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൾസോ സെയിം, ദാറ്റ് ഈസ് ഇ നോട്ട് സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ഏത് വരും, ZN2 പ്ലസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും വരും, കോൺസെൻട്രേഷൻ ഓഫ് ZN2 പ്ലസ് എന്നുള്ള രീതിയിൽ വാല്യൂ വരും. സോ ഇവിടെ നമ്മൾ ഈ ഡെൽറ്റ ഇ കണ്ടുപിടിക്കുന്ന സമയത്ത് യു ഓൾറെഡി നോ ഈ ന്യൂ മൈനസ് ഏതാ വരുന്നത്, ഈ ന്യൂ മൈനസ് ഈ ഇനീഷ്യൽ എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് the value will be coming like this. That is നമുക്ക് ഇത് കോമൺ ആയിട്ട് നമ്മൾ ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇ നോട്ട് സെൽ ഉണ്ട് 0.0591 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ടേം എന്താണ്, കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടിലും ഇ നോട്ട് സെൽ എന്ന് പറയുന്ന ടേം, പിന്നെ ആ ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എടുത്ത് എഴുതാം. ഇ നോട്ട് സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ZN2 പ്ലസ് ഡിവൈഡഡ് ബൈ 100. ഇതാണ് ഈ ന്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇസ് ദാറ്റ് റൈറ്റ്? ഇതാണ് ഈ ന്യൂ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ. ദിസ് ഈസ് ദ വാല്യൂ പ്ലസ് നമ്മൾ മൈനസ് അനദർ വാല്യൂ ദാറ്റ് ഈസ് ഇ നോട്ട് സെൽ പ്ലസ് 0.0591 ഡിവൈഡഡ് ബൈ 2. This is another equation log concentration of ZN2 plus എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ആക്ച്വലി ദി ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ വരിക. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇ നോട്ട് സെല്ലും എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0591 നമ്മൾ കോമൺ ആക്കി പുറത്തെടുത്ത് കഴിഞ്ഞാൽ 0.0591 ഡിവൈഡഡ് ബൈ 2 ZN ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുള്ളൂ, ലോഗ് 1/100 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് അവിടെ ഉണ്ടാവുള്ളൂ. ലോഗ് 1/100 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് 10⁻⁻² എന്നുള്ള വാല്യൂ വരും. ലോഗ് a⁻b ഈസ് ഈക്വൽ ടു b ലോഗ് a എന്നുള്ള ടേം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ 0.0591 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -2 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ വരും. സോ ഇവിടെ ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് -0.0591 എന്ന് പറയുന്ന അത്രയും വോൾട്ട് എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തും. നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മില്ലി വോൾട്ടിലാണ് ആക്ച്വലി ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം 1 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്രയുണ്ട്, 1000 മില്ലി വോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. Is that right? So ഇതിനെ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what is the value you are getting actually here? That is -0.0591 വോൾട്ട് എന്നുള്ളതിനെ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ it will become the value -59.1 മില്ലി വോൾട്ട് എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും, കറക്റ്റ് ആൻസർ എന്ത് ചെയ്യും വരും. So the correct answer for this option is -59.1. സോ ഇവിടെ നിങ്ങൾ നോക്കണം, ദിസ് ഈസ് ഈ വാല്യൂ മൈനസ് ആണ്, ദാറ്റ് ഈസ് കുറയാണ്, നെഗറ്റീവ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, വാല്യൂ വരുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ആണ് ആക്ച്വലി സംഭവിക്കുന്നത്. ഡിക്രീസ് ഇൻ വാല്യൂ എത്രയാണ് നമുക്ക് തരുന്നത്, ഇവിടെ ഡിക്രീസ് 59.1 അല്ലെ, ഡിക്രീസ് ചെയ്യുന്ന വാല്യൂ 59.1 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഈസ് ദാറ്റ് റൈറ്റ്? ക്ലിയർ ആണ്? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻഡ് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ. ഇത് കാണുമ്പോൾ നമ്മൾ വലിയ ടഫ് ആണെന്നൊക്കെ വിചാരിക്കുമെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ദിസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇഫ് യു നോ അറീനിയസ് ഇക്വേഷൻ ഫ്രം ദി ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിൽ അറീനിയസ് ഇക്വേഷന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പറയാറുണ്ട്, ദാറ്റ് ഈസ് ലോഗ് കെ
log k is equal to log a minus EA divided by 2.303 RT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പറയാറുണ്ട്. ഇസ് ഇറ്റ് റൈറ്റ്? അറേനിയസ് ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ NCERT തന്നെ പറയുന്നുണ്ട് log k വേഴ്സസ് 1/t തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യാറുള്ളത് log k വേഴ്സസ് 1/t ഗ്രാഫ്. അപ്പൊ ആ ഗ്രാഫിലോട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റിമെമ്പർ ദിസ് ഈസ് ദ y, log k എന്ന് പറയുന്നത് y ആക്സിസ് ആണ്, ദിസ് ഈസ് ദി c എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റ് ആണ്, പ്ലസ് mx എന്ന് പറയുന്നതാണ് സ്ട്രൈറ്റ് ലൈൻ്റെ ഗ്രാഫാണ് വരുന്നത്. mx എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കി x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/t എന്ന് പറയുന്ന ടേം ഉണ്ട്, ഇന്റർസെപ്റ്റ് ആണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ log a. ഇവിടെയുള്ള സ്ലോപ്പിന്റെ വാല്യൂ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് സ്ലോപ്പിന്റെ വാല്യൂ ആണ് ഈ മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 R എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. സോ ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദാറ്റ് കൺസെപ്റ്റ്. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സ്ലോപ്പിന്റെ വാല്യൂ, സ്ലോപ്പ് ഇസ് ഈക്വൽ ടു, ഇവിടെ സ്ലോപ്പിന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 R എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇസ് ദാറ്റ് റൈറ്റ്? അപ്പം ഇവിടെ സ്ലോപ്പ് കൂടിയ ആൾക്ക് ആക്ച്വലി എന്ത് കൂടുന്നത് നമുക്ക് പറയാൻ പറ്റും. ഈ സ്ലോപ്പ് കൂടിയ ആൾക്ക് നമ്മുടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? കൺസിഡർ ദി ഫോളോയിങ് പ്ലോട്ട് ഓഫ് ദി റേറ്റ് കോൺസ്റ്റന്റ് വേഴ്സസ് 1/t ഫോർ ഡിഫറെന്റ് ഗ്യാസസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ആക്ടിവേഷൻ എനർജി. ആർക്കാണോ സ്ലോപ്പ് കൂടുതൽ അയാളുടെ ആക്ടിവേഷൻ എനർജി ആയിരിക്കും വളരെ കൂടുതൽ. ഇതിൽ ആരുടെ സ്ലോപ്പാണ് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ലുക്ക് യുവർ ലോജിക്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇയാളുടെ സ്ലോപ്പ് അല്ലേ ഏറ്റവും കൂടുതൽ, ഏറ്റവും കർവ് വരുന്ന ഏറ്റവും സ്ലോപ്പ് വരുന്നത് സീക്കല്ലേ. അപ്പൊ സ്ലോപ്പ് കൂടിയ ആൾക്ക് ആക്ടിവേഷൻ എനർജി കൂടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ഏറ്റവും കൂടുതൽ ഏതിന് വരണം? സിക്ക് വരണം. സി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് എക്കല്ലേ. ചെരിവ് വരുന്നത് നോക്കടാ, ഏറ്റവും കൂടുതൽ എക്കല്ലേ. എ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിക്കല്ലേ. ഏറ്റവും കുറവ് സ്ലോപ്പ് ഏതിനാണ് വരുന്നത്? ബിക്കാണ്. സ്ലോപ്പിന്റെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് ഏതിനാണ്? ആക്ടിവേഷൻ എനർജി അങ്ങനെ വരികയാണെങ്കിൽ EC ആണ്. EC കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതിനാ വരുന്നത്? EA ആണ്. EA കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? ED ആണ്. ED കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? ആക്ടിവേഷൻ എനർജി EB ആണ്. അങ്ങനെ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 വിൽ ബി യുവർ റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ചെക്ക് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഗ്രാസ്പ് ചെയ്യുക കൺസെപ്റ്റുകളെല്ലാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ദർ ഈസ് സംതിങ് മിസ്സിംഗ് ഹിയർ. ഇവിടെ ഒരു പ്ലസ് ദർ ഈസ് ആൻ ആരോ മാർക്ക് ഹിയർ. ഇവിടെ ഒരു ആരോ മാർക്ക് മിസ്സിംഗ് ആണ് ആൻഡ് ദർ ഈസ് ആൾസോ എ പ്ലസ് ചാർജ് ഹിയർ. നമുക്ക് തന്നിട്ടുള്ളത് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ 2O3 gives 3O2 proceed as follows. നമുക്ക് രണ്ട് റിയാക്ഷൻ ഫാസ്റ്റസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യു നോ വൺ തിങ്, റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ആണ്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഏതാണ്? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പിനെയാണ്? സ്ലോവസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ പേര് വിളിക്കുക? റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പേര് വിളിക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സ്ലോവസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിന്ന് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O ഇൻറ്റു എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് O3 എന്ന് പറയുന്ന വാല്യൂലോട്ട് നമുക്ക് എഴുതാൻ പറ്റും. O ഇൻറ്റു O3. ഫാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് ഇതിൽ ഓക്കോ അല്ലെങ്കിൽ O3ക്കോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഫാസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ എം ജസ്റ്റ് ഡയറക്ട്ലി ടേക്കിംഗ് ദിസ് വൺ. ഇതിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഫാസ്റ്റ് സ്റ്റെപ്പിനെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യാണ്. അതിൽ നിന്ന് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 എന്നുള്ളത് ഡയറക്ട്ലി എഴുതാൻ പറ്റും. നിങ്ങൾ അത്ര ലോജിക്ക് ആലോചിച്ചാൽ മതി. ഈ O എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ O2നെ താഴേക്ക് കൊണ്ടുപോകുക. അപ്പോൾ O3 ഡിവൈഡഡ് ബൈ O2 എന്ന് പറയുന്ന വാല്യൂ എഴുതി കഴിഞ്ഞാൽ ഈ ഓനെ നിങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O3 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്യും? കിട്ടും. Is that right? So rate is equal to K into concentration of O3 എന്ന് പറയുന്നതിന് എന്ത് വരും? സ്ക്വയർ വരും. O2 താഴ്ന്ന മേലേക്ക് വരുമ്പം കോൺസെൻട്രേഷൻ ഓഫ് O2 റേസ് ടു -1 എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരും. അങ്ങനെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ ഏതാ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ. വാട്ട് ഈസ് ദിസ് ഈസ് അവർ ആൻസർ. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Is that right? അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ നോക്കി? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. റേറ്റുമായി ഡെവലപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്.
And what is the next question? അടുത്ത question എന്താ? It's a direct question from classification of elements. What is the order of electronegativity? Electronegativity periodic table തന്നെ ഏറ്റവും കൂടുതൽ fluorine ആണ്, and that's value is around 4. Then oxygen, that is value is 3.5, and then nitrogen ഏറ്റവും കുറവ് അതാണ്. And this is a very simple question, and it will be option D will be the right answer. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഗ്രൂപ്പ് 13 ബോറോൺ ഫാമിലിയിലെ ട്രെൻഡുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പി ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓരോ ട്രെൻഡുകളും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്തായാലും സൈസ് കുറവുള്ള ബോറോൺ ആണ് ഏറ്റവും കൂടുതൽ എന്ത് വരിക, അയോണൈസേഷൻ എൻതാൽപ്പി വരിക. കാരണം അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ താലിയം എന്ന് പറയുന്ന എലമെന്റിനെ നെക്സ്റ്റ് എന്ത് ചെയ്യും, ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. യെസ്, വെരി ഗുഡ്. താലിയം എന്ന് പറയുന്ന എലമെന്റിനായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ അയോണൈസേഷൻ എൻതാൽപ്പി. വൈ താലിയം വിൽ ബി ഹാവിംഗ് ദി ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ബോറോൺ ആയിരിക്കും. ബോറോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് താലിയം ആയിരിക്കും. താലിയത്തിന് എന്തുകൊണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി കൂടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ റിമെമ്പർ വൺ തിങ്. താലിയം എന്ന് പറയുന്നതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവിടെ 4f and 5d ഓർബിറ്റൽസ് വരുന്നുണ്ട്. 4f and 5d ഓർബിറ്റലിന് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, കൂടും. ഇസ് ദാറ്റ് റൈറ്റ്? പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ ബോറോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ താലിയം കഴിഞ്ഞാൽ പിന്നെ വരുന്ന എലമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാലിയം ആണ്. പിന്നെ ഏതാ വരും, ഈ ഗാലിയം അലുമിനിയം വരുന്ന സമയത്ത് അവിടെ ഒരു സൈസിന്റെ ഓർഡറിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ സൈസിന്റെ ഓർഡർ പറയുന്ന സമയത്ത് ബോറോൺ കഴിഞ്ഞാൽ പിന്നെ സൈസ് വരുന്നത് നമ്മൾ ബോറോൺ കഴിഞ്ഞാൽ അലുമിനിയം അല്ല, പിന്നെ ഗാലിയം ആണ്, പിന്നെയാണ് അലുമിനിയം, പിന്നെയാണ് ഇൻഡിയം, പിന്നെയാണ് ഇത് വരുന്നത് താലിയം. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് സൈസ്. നിങ്ങൾ ഗ്രൂപ്പ് 13 എക്സെപ്ഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഗാലിയത്തിന് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഹാവിംഗ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഗാലിയത്തിന് സൈസ് കുറവാണ്. ഗാലിയത്തിന് സൈസ് എന്താണ്, കുറവാണ്. അപ്പം അതിന് അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, കൂടും. ഇസ് ദാറ്റ് റൈറ്റ്? സോറി, അയോണൈസേഷൻ എൻതാൽപ്പി ഗാലിയത്തിന്റെ കേസിൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ട് അവിടെ. അപ്പം ഗാലിയത്തിന്റെ സൈസ് കുറവാണ്. അപ്പൊ ബോറോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വരും, താലിയം വരും. താലിയം കഴിഞ്ഞാൽ പിന്നെ ഏത് വരും, നെക്സ്റ്റ് എലമെന്റ് വിൽ ബി ഗാലിയം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് എലമെന്റ് വരിക, അലുമിനിയം, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഇൻഡിയം. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ഗ്രൂപ്പ് 13 പഠിക്കുന്നുണ്ട്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ചെക്ക് ഇറ്റ് അഗെയിൻ, വൺസ് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് കഴിഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പി ബ്ലോക്ക് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിൽ നിന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ദ ബേസിക് ക്യാരക്ടർ ഓഫ് ഹൈഡ്രൈഡ്സ് ഓഫ് ദി നൈട്രോജൻ ഫാമിലി ഡിക്രീസസ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് NH3, ദാറ്റ് ഈസ് അമോണിയ. നമുക്ക് ഉള്ള നൈട്രോജൻ ഫോസ്ഫറസ് ആണല്ലോ. അപ്പൊ ഫോസ്ഫൈനും ആർസൈന്, സ്റ്റിബൈന് ആൻഡ് ബിസ്മുത്തൈൻ എന്ന് പറയുന്ന എലമെന്റ്സ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ വരുന്നത്. ആക്ച്വലി നിങ്ങളത് പി ബ്ലോക്കിൽ ഗ്രൂപ്പ് 15 ഹൈഡ്രൈഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഒരാളുടെ ബേസിക് ക്യാരക്ടർ കൂടണമെങ്കിൽ അയാൾക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള പവർ കൂടണം. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഇതിന്റെ ആക്ച്വൽ ലോജിക് ഇത്രയേ ഉള്ളൂ. ഈ ആന്റിമണി എന്ന് പറയുന്ന സ്റ്റിബൈൻ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഒക്കെ സൈസ് കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ തന്നെ എന്ത് ചെയ്യും, ഷെയർഡ് ചെയ്യപ്പെടും, അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ ഇലക്ട്രോൺസ് ഇവിടെ പോലെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഇലക്ട്രോൺസ് അങ്ങനെ ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഏരിയയിൽ കവർ ചെയ്ത് നിൽക്കുന്നില്ല. ഇവിടെ ആ ഇലക്ട്രോൺസ് ഫുള്ളി ആ ഏരിയയിൽ കവേർഡ് ആയിട്ട് എന്ത് ചെയ്യും, നിൽക്കും. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഫ്രീ ടു ഡൊണേറ്റ് ആണ്. അതുകൊണ്ട് അമോണിയ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. സോ അതിന്റെ ബേസിക് ക്യാരക്ടർ ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ് എന്നുള്ളത് നിങ്ങൾ ഹൈഡ്രൈഡ്സിന്റെ കേസിൽ ഗ്രൂപ്പ് 15 നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഏറ്റവും കൂടുതൽ NH3 വിൽ ബി ഹാവിംഗ് ദി ഹയസ്റ്റ് വാല്യൂ. NH3 കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ വിൽ ബി coming for PH3. NH3 കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ PH3 വരും. PH3 കഴിഞ്ഞാൽ ASH3, പിന്നെ SbH3 എന്ന് പറയുന്ന ഓർഡറിലാണ് എന്ത് ചെയ്യുക, ഇത് കറക്റ്റ് ആയിട്ട് വരിക. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരിക. And what was the next question? Which of the following oxy acid have XOX linkage? XOX linkage ഏതിനാണ് തന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓപ്ഷൻ 1 എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് H2S2O6 എന്ന് പറയുന്ന മോളിക്യൂൾ നോക്കുന്ന സമയത്ത് there is S and there is a OH here, അല്ലേ? പിന്നെ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് O and there is a double bond O and another O and another S, double bond O, double bond O, OH. ഇതാണ് ആക്ച്വലി H2S2O6 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഫോർമുല.
Is that right? H2S2, sorry, this is SS bond, SOS bond alle choichillathu. There is 7 oxygen illa. So there is another sulfur here, double bond oxygen, and OH will be coming here like this. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ നമുക്കുള്ളത് ഏതാണ് SOS ലിങ്കേജ്. ഇവിടെ ഇപ്പോൾ XOX ലിങ്കേജ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റില്ല, അതിന് XOX ലിങ്കേജ് ഇല്ല. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് H2S2O5 എന്ന് പറയുന്ന മോളിക്യൂൾ ആണ് തന്നിട്ടുള്ളത്. H2S2O5 എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ പറയുന്ന സമയത്ത് എസ് ഇവിടെ ഒരു OH തന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ് വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് ഓക്സിജൻ നമുക്ക് വരയ്ക്കാം. ദെൻ അനദർ സൾഫർ വിത്ത് ഡബിൾ ബോണ്ട് ഓക്സിജൻ ആൻഡ് ഡബിൾ ബോണ്ട് ഓക്സിജൻ ആൻഡ് വിത്ത് 1 OH ഗ്രൂപ്പ്. ഇതാണ് H2S2O5. അതിലും SS ലിങ്കേജേ ഉള്ളൂ, SOS ലിങ്കേജ് ഇല്ല, അപ്പം അതിനുമില്ല. അത് കഴിഞ്ഞാൽ ഓപ്ഷൻ 3 നോക്കണം, H4P2O5. H4P2O5 എന്ന് പറയുന്ന സമയത്ത് പി വരുന്നുണ്ട്, അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു OH നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 5 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഞാനൊരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൺസിഡർ ചെയ്തു. ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഡൗൺ. ഇവിടെയും ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൺസിഡർ ചെയ്തു. ആൻഡ് ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ എന്താ ഉണ്ടാവുക, ഒരു O, പിന്നെ അടുത്തൊരു P ഇവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇവിടെ ഞാൻ ഇവിടെ എന്ത് ചെയ്ത പോലെ ഒരു OH റെപ്രസെന്റ് ചെയ്തു ആൻഡ് ദർ ഈസ് 1 ഡബിൾ ബോണ്ട് ഓക്സിജൻ ഹിയർ ആൾസോ. ഇങ്ങനെയാ വരിക. ടോട്ടൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് 1 2 3 4 5 5 ഓക്സിജൻ പ്രസന്റ് ആണ് ആൻഡ് 2 P പ്രസന്റ് ആണ് ആൻഡ് 4 ഹൈഡ്രജൻ ഇനിയുണ്ട് അല്ലെ. 4 ഹൈഡ്രജനിൽ ഇവിടെ ഇനി ഒരു ഹൈഡ്രജനും കൂടി വരും, ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി വരും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ദർ ഈസ് എ POP ലിങ്കേജ്. ഇവിടെ ഒരു POP, ദാറ്റ് ഈസ് XOX ലിങ്കേജ് എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്സി ആസിഡ് ഹാവിംഗ് XOX ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റിന്റെ നടുവിൽ ഒരു ഓക്സിജൻ വരുന്ന ലിങ്കേജ് ഏതിനാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി വി ക്യാൻ ഗോ ഫോർ ദി ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അതേസമയം നിങ്ങൾക്ക് തോന്നാം വാട്ട് ഈസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 എന്താണെന്നുള്ളത് എങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഇതൊരു പെറോക്സി ആസിഡ് ആണ്. അപ്പൊ പെറോക്സി ആസിഡ് ആയത് കാരണം തന്നെ ദിസ് ഈസ് എ പെറോക്സി ആസിഡ്. പെറോക്സി ആസിഡ്, ഓക്സി ആസിഡ്സ് ഒക്കെ വരുന്നത് ആക്ച്വലി P ബ്ലോക്കിലാണ് കേട്ടോ. P ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. നമുക്ക് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരാം, കാരണം നമ്മൾ നോക്കാൻ സാധ്യത കുറവുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് P ബ്ലോക്ക്. ഇവിടെ നമുക്ക് വരുന്ന പെറോക്സി ആസിഡ് ലിങ്കേജ് എങ്ങനെ വരിക, POOP എന്ന് പറയുന്ന ലിങ്കേജ് ആണ് ഇവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് XOX ലിങ്കേജ് ഫോം ചെയ്യുന്നത് ഓപ്ഷൻ 3 മാത്രമേ ഉള്ളൂ. Let us go to the next question, question number 60. Which of the following have the greatest reducing power? ഒരാൾക്ക് ഗ്രേറ്റസ്റ്റ് റെഡ്യൂസിങ് പവർ ഇതിൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് ബി മോർ അസിഡിക് ആൾസോ. അയാൾ മോർ അസിഡിക് ആയിരിക്കണം. നമ്മൾ ഓൾറെഡി നമ്മുടെ ഹാലോ ആൽക്കീൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് HF HCl HBr HI, HF HCl HBr HI എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അയോഡിന്റെ സൈസ് കൂടുതലാണ്, ഇറ്റ് ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ വെരി ഈസിലി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അയോഡിന്റെ സൈസ് കൂടുന്നത് കാരണം അയാൾക്ക് പെട്ടെന്ന് ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ ബി മോർ അസിഡിക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ദി സെയിം റെഡ്യൂസിംഗ് പവർ. HIക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ, പിന്നെ HBr, പിന്നെ HCl, പിന്നെ HF എന്നുള്ള രീതിയിൽ നമുക്ക് വരാൻ പറ്റും ഓപ്ഷൻ. അപ്പൊ ഏതാണ് ഗ്രേറ്റസ്റ്റ് റെഡ്യൂസിംഗ് പവർ? HIക്കാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിംഗ് പവർ വരാമെന്ന് മനസ്സിലാക്കി വെക്കണം. What is the next question? 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നത്, Cobalt 3 chloride forms several octahedral complex. Think again and just remember it again. The question is given clearly. It is a octahedral complex. Octahedral complex ആണെന്ന് വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കൊബാൾട്ടിന്റെ ചാർജ് വരുന്നത് 3 ആണെന്നും ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. Which are the following not give the test for chloride ion with the silver nitrate and which is not reacting with the AgNO3? That's the question is given. ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് CO. ഫസ്റ്റത്തെ ഓപ്ഷനെ ഒക്ടാഹെഡ്രൽ ആയിട്ടുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് ആക്കിയിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് CONH3 thrice, CONH3 thrice, Cl thrice എന്ന് പറയുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് ഓപ്ഷൻ വരിക. ഓപ്ഷൻ 2 നമ്മൾ എഴുതുന്ന സമയത്ത് CONH4 NH3 4 times Cl2, കാരണം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണ്, കോർഡിനേഷൻ നമ്പർ 6 വരാൻ പാടുള്ളൂ. അപ്പൊ ബാക്കി ഒരു ക്ലോറിൻ ഉണ്ട്, ആ ക്ലോറിന് പുറത്ത് വരണം. പുറമേ ഒരു ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് ആ ക്ലോറിന് AgNO3 റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ AGക്ക് പെട്ടെന്ന് ഇവിടെ Cl റിയാക്ട് ചെയ്യാൻ പറ്റും. അയോണൈസേഷൻ സ്ഫിയറിൽ ക്ലോറിൻ വേണം. ദിസ് ഈസ് ദ കോർഡിനേഷൻ സ്ഫിയർ. കോർഡിനേഷൻ സ്ഫിയറിൽ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പൊ അയോണൈസേഷൻ സ്ഫിയറിൽ വേണം നമ്മൾ ഈ പറയപ്പെടുന്ന കോമ്പൗണ്ട് പ്രസന്റ് ആവാൻ. വേണ്ട മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്ക്. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് CONH3 ഇറ്റ് ഈസ് 5 ടൈംസ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ലോറിനെ വരുള്ളൂ ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ആൻഡ് നമുക്ക് ബാക്കി 2 ക്ലോറിൻ ഉണ്ട്. Cl2 വിൽ ബി കമ്മിങ് ഔട്ട്സൈഡ് ദി കോർഡിനേഷൻ സ്ഫിയർ, ദാറ്റ് ഈസ് അയോണൈസേഷൻ സ്ഫിയർ. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരു AgCl ഫോം ചെയ്യുന്നിടത്ത് ഇവിടെ 2 AgCl ഫോം ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് ദി ഫോർത്ത് ഓപ്ഷൻ? ഫോർത്ത് ഓപ്ഷൻ തന്നിട്ടുള്ളത് നോക്ക്. CONH3 ഇറ്റ് ബിക്കം 6 ടൈംസ് ആൻഡ് Cl3 ബാക്കി 3 ഉണ്ട്. ദാറ്റ് Cl3 വിൽ ബി കമ്മിങ് ഔട്ട്സൈഡ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ 3 AgCl ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് AgCl ഫോം ചെയ്യാൻ പറ്റാത്തത് ആരാ? പുറത്ത് ക്ലോറിൻ ഇല്ലാത്ത ആള്. പുറത്ത് ക്ലോറിൻ ഇല്ലാത്തത് ആരൊക്കെ? ഓപ്ഷൻ എക്കാണ് പുറത്ത് ക്ലോറിൻ ഇല്ലാത്തത്. ഇറ്റ് കനോട്ട് ഫോം AgCl. അപ്പൊ AgCl എന്ന് പറയുന്ന പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. കൃത്യമായിട്ട് കൺസെപ്റ്റ് വൈസ് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 62. ഇൻ എ കോർഡിനേഷൻ എൻറ്റിറ്റി ഓഫ് ദി ടൈപ്പ് PtCl2En2 ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ഈസ് ഷോൺ ബൈ. ഞാൻ മോക്ക് ടെസ്റ്റ് 1 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ ടു ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം ഇൻ എ കോർഡിനേഷൻ കോമ്പൗണ്ട്, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കണമെങ്കിൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. മിനിമം 1 ബൈഡെൻഡേറ്റ് ലിഗാൻഡ് വേണം. മിനിമം 1 ബൈഡെൻഡേറ്റ് ലിഗാൻഡ് മാത്രമല്ല അത് സിസ് ഐസോമറും കൂടി ആയിരിക്കണം. കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കണം. മിനിമം 1 ബൈഡെൻഡേറ്റ് ലിഗാൻഡ് വേണം. സിസ് ഐസോമർ ആയിരിക്കണം. ട്രാൻസ് വിൽ നോട്ട് ഷോ ഒപ്റ്റിക്കൽ ഐസോമറിസം. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇതിൽ ട്രാൻസ് എന്ന് പറയുന്ന ഓപ്ഷന് കട്ട് ചെയ്യാം. ബോത്ത് സിസ് ആൻഡ് ട്രാൻസ് എന്ന് പറയുന്ന ഓപ്ഷനും കട്ട് ചെയ്യാം. നൺ ഓഫ് ദീസും കട്ട് ചെയ്യാം. കാരണം സിസ് ഐസോമർ മാത്രമാണ് ഇവിടെ കാണിക്കുക. ഇനി മാത്രമല്ല ഇവിടെ നോക്ക്, ഇയാളുടെ കോർഡിനേഷൻ നമ്പർ വാട്ട് ഈസ് ഇക്വേഷൻ ഈസ് ഗിവൺ ടു യു. PtCl2En twice എന്ന് പറയുന്ന കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൾ പവർ 2+. ലുക്ക് അറ്റ് ഹിയർ വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഹിയർ ഇൻ ദിസ് കോമ്പൗണ്ട്. ക്ലോറിൻ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് 2 ഉണ്ട് ഇവിടെ, 2 × 1. En എത്തിലീൻ ഡയമൈൻ ഇസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്, അങ്ങനത്തെ 2 ഉണ്ട്, ദാറ്റ് ഈസ് 2 × 2. ടോട്ടൽ കോർഡിനേഷൻ നമ്പർ ഈസ് 6. ഇവിടെ En എന്ന് പറയുന്നത് ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ഇയാളുടെ സിസ് ഐസോമർ മാത്രമേ എന്ത് കാണിക്കുള്ളൂ? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ. സോ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇസ് ആൻ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. This is purely from the NCERT, that is the color of coordination compounds എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇവിടെ നോക്കും, ഇവിടെ തന്നിട്ടുള്ളതിൽ ടൈറ്റാനിയം ടെട്രാ അക്വ ടൈറ്റാനിയം 3 എന്ന് പറയുന്ന ഈ കോമ്പൗണ്ടിൽ വാട്ടറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ടൈറ്റാനിയം 3+. Titanium 3+ atomic number 22. We can write titanium atomic number 22 എന്ന് പറയുമ്പോൾ നമ്മൾ 3d2 എന്ന് എഴുതുന്ന സമയത്ത് 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ we can write 3d1 എന്ന് പറയുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരും ടൈറ്റാനിയം 3+. And in the case of scandium, this is hexa occur, water having oxidation number of 6. And scandium എന്ന് പറയുന്നതിന്റെ ചാർജ് ഇവിടെ +3 എന്ന് കൊടുത്തിട്ടുണ്ട്. Scandium is atomic number 21 and the charge is given that is +3. Atomic number 21 3d1 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അവിടെ നിന്ന് 3 ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ we can write this is argon 3d0 എന്ന് പറയുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ വരും. സോ നിങ്ങൾ ഓൾറെഡി DNF എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? കളർ കാണിക്കാൻ പറ്റുള്ളൂ. If there is a presence of unpaired electrons only, it will show color. അപ്പോൾ ഇവിടെ unpaired electron 3d1 എന്ന് പറയുന്ന സമയത്ത് there is one unpaired electron, so it show color due to dd transition. അല്ലേ? കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ പറഞ്ഞു നോക്ക്, ടൈറ്റാനിയത്തിന്റെ ഈ കോമ്പൗണ്ട് കളേർഡ് ആണ്, സ്കാൻഡിയത്തിന്റെ കോമ്പൗണ്ട് കളർലെസ് ആണ്. ദാറ്റ്സ് എ റൈറ്റ് വൺ. അസേർഷൻ ഈസ് കറക്റ്റ്. DD ട്രാൻസിഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ സ്കാൻഡിയം. ഡെഫിനറ്റ്ലി ദാറ്റ്സ് റൈറ്റ് ബിക്കോസ് ദർ ഈസ് നോ ഡി ഇലക്ട്രോൺ. അവിടെ ഡി ഇലക്ട്രോൺ ഇല്ലാത്തത് കാരണം അവിടെ DD ട്രാൻസിഷൻ ഇല്ല. സോ അസേർഷൻ ഈസ് റൈറ്റ് ആൻഡ് റീസൺ ഈസ് ആൾസോ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സോ വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. നോക്കിയേ, ഓപ്ഷൻ 1 നോക്കിയേ. ഇഫ് ബോത്ത് അസേർഷൻ ആൻഡ് reason are true and the reason is the correct explanation for the assertion എന്നാണ് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. And what was the next question? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്? സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് നമ്മുടെ എന്ത് ചെയ്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ സ്റ്റെബിലിറ്റി എടുക്കുന്ന സമയത്ത് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും.
ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പം അങ്ങനെയാണെങ്കിൽ ബോണ്ട് എൻതാൽപ്പി, ബോണ്ട് എനർജി എന്ത് ചെയ്യും? കൂടും അല്ലേ? ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ഓർഡർ കൂടി. ഇപ്പോൾ ബോണ്ട് ഓർഡർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ് കൂടുതൽ ബോണ്ട് ഓർഡർ, പിന്നെ ഡബിൾ ബോണ്ട് ആണ്, പിന്നെ സിംഗിൾ ബോണ്ട് ആണ്. ബോണ്ട് ഓർഡർ കൂടി കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കേസ് നമുക്കിവിടെ പറയാൻ പറ്റും. ബോണ്ട് ലെങ്ത് ഡിക്രീസസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അങ്ങനെ വരുന്ന കറക്റ്റ് ആൻസർ ഏതാ നോക്കിയേ? സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ഇവിടെ നോക്കിയേ, കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ 4 ആ. സ്റ്റെബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് എൻതാൽപ്പി, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോളിക്കുലാർ ഷേപ്പ് ഓഫ് SF4, CF4 ആൻഡ് XCF4. ഈ SF4 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ശ്രദ്ധിച്ചോ, സൾഫറിന്റെ വാലൻസി 6 പ്ലസ് 4 മോണോ വാലന്റ് ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. Is that right? ഈ 5-ല് നമുക്ക് ഇവിടെ 4 ഫ്ലൂറിൻ, ദാറ്റ് ഈസ് 4 ബോണ്ട് പെയേഴ്സും ബാലൻസ് ഒരു ലോൺ പെയർ ആണ് അവിടെ ആക്ച്വലി എന്ത് ചെയ്യുക? പ്രസന്റ് ആവുക. 4 ബോണ്ട് പെയേഴ്സും ഒരു ലോൺ പെയേഴ്സും. Is that right? 4 ബോണ്ട് പെയേഴ്സും ഒരു ലോൺ പെയേഴ്സ് ആവുന്ന സമയത്ത് അത് സീസോ ഷേപ്പിലാണ് എന്ത് ചെയ്യേണ്ടത്? എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അതേസമയം അടുത്ത മോളിക്യൂൾ ആയിട്ടുള്ള CF4 നമ്മൾ നോക്കുന്ന സമയത്ത് കാർബണിന്റെ വാലൻസി 4 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2 നമുക്ക് എത്ര കിട്ടും? 4 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഈ 4-ൽ നമ്മൾ നോക്കുക, 4 ഫ്ലൂറിൻ നോക്കുന്ന സമയത്ത് 4 ബോണ്ട് പെയേഴ്സും 0 ലോൺ പെയേഴ്സ് ആണ് വരിക. അപ്പൊ ഏത് ഷേപ്പാണ് അത് എക്സിസ്റ്റ് ചെയ്യുക? ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുക. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഇനി അത് സമയം നെക്സ്റ്റ് നിങ്ങൾ പറഞ്ഞ കോമ്പൗണ്ട് നോക്കിയേ, XCF4. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18ാമത്തെ ഗ്രൂപ്പ്, വാലൻസി 8 ആണ്, പ്ലസ് 4 മോണോ വാലന്റ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ബൈ 2 6 എന്ന് കിട്ടി. ഈ 6-ൽ നമുക്ക് ടോട്ടലി പ്രസന്റ് ആയിട്ടുള്ളത് 4 ബോണ്ട് പെയേഴ്സും ബാക്കി 2 ലോൺ പെയേഴ്സും ആണ് എന്ത് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യാം. അപ്പം അതൊരു സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ള ഷേപ്പിലോട്ട് എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ സെയിം വിത്ത് മോളിക്കുലാർ ഷേപ്പ് ഓഫ് എല്ലാത്തിൻ്റെയും ഷേപ്പ് സെയിം ആണെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ഷേപ്പ് സെയിം ആണോ? അല്ല, എല്ലാത്തിൻ്റെ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഇതിൻ്റെ ലാസ്റ്റത്തെ ഷേപ്പ് നമുക്ക് സ്ക്വയർ പ്ലാനാർ എന്ന് എഴുതാം. അപ്പം ഒന്ന് സീസോ ആണ്, ഒന്ന് ടെട്രാഹെഡ്രൽ ആണ്, ഒന്ന് സ്ക്വയർ പ്ലാനാർ ആണ്. സെയിം അല്ല. അപ്പോൾ ഓപ്ഷൻ 1 അല്ല, ഓപ്ഷൻ 2 അല്ല. അപ്പോൾ ഓപ്ഷൻ 3 or 4 ആണ്. ഇനി SF4-ൽ 0, 1, 2 ലോൺ പെയേഴ്സ്. SF4-ൽ നമുക്ക് എത്ര ലോൺ പെയേഴ്സ് ഉണ്ട്? SF4-ൽ 1 ലോൺ പെയറും CF4-ൽ അപ്പോൾ 1, 0, 1, 0, 2 എന്ന് പറയുന്ന ഓപ്ഷൻ വരണം. 1, 0, 2 ഡിഫറെൻ്റ് ആണ് വിത്ത് 1, 0, 2 ലോൺ പെയേഴ്സ് റെസ്പെക്റ്റീവ്ലി എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരിക. What is the next question? The IUPAC naming of the following compound. നമ്മൾ IUPAC നെയിമിംഗ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒന്നും ഇല്ല. ലോങ്ങസ്റ്റ് ചെയിൻ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിലുണ്ടാകുന്ന ബ്രാഞ്ചുകൾക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും. അതിൽ 4-ൽ ഈതൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ദെൻ 4-ലും 5-ലും മീതൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പും പ്രസന്റ് ആണ്. സോ ഇവിടെ നമുക്ക് വരുന്നത് ഈതൈലാണ്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ഈതൈലാണ് ആദ്യം എഴുതുക. സോ 4 ഈതൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ, 4 ഈതൈൽ, ദെൻ 4,5 ഡൈമീതൈൽ, 4,5 ഡൈമീതൈൽ എന്ന് പറയുന്ന ഡെക്കെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. And what is the next question? Which of the following are optically active? ഇതിൽ ആരാണ് optically active? Just look at here carefully. ഇയാൾക്ക് ഇവിടെ ഇതൊരു കൈരാൽ കാർബൺ ആണ്. ഒരാൾ കൈരാൽ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണിന്റെ ചുറ്റുമുള്ള 4 പേരും ABCD 4 പേര് ഡിഫറെന്റ് ആണെങ്കിൽ ദിസ് കാർബൺ ഈസ് എ കൈരാൽ കാർബൺ. അപ്പൊ ഈ കാർബൺ എന്താണ്? ഒരു കൈരാൽ കാർബൺ ആണ്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൈരാൽ കാർബൺ, ഇവിടെ അടുത്തൊരു കൈരാൽ കാർബൺ, ദർ ആർ 2 കൈരാൽ കാർബൺ. അപ്പൊ ഒന്നിൽ കൂടുതൽ കൈരാൽ കാർബൺ വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ചെക്ക് ദി പ്ലെയിൻ ഓഫ് സിമെട്രി. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, പ്ലെയിൻ ഓഫ് സിമെട്രി ചെക്ക് ചെയ്യണം. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ നടുവ് കൂടെ നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. അപ്പൊ മേലത്തെ ഹാഫും താഴത്തെ ഹാഫും നമുക്ക് ഇവിടെ കിട്ടിയത് എന്ത് സെയിം ആണ്. അതിന്റെ അർത്ഥം പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി POS എന്ന് എഴുതുന്നുണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കണം. കൈരാൽ കാർബൺ ഉണ്ടായിട്ടും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആകുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ മറ്റൊരു പേര് വിളിക്കാറുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മെസോ എന്ന് പറയുന്ന പേരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? അറിഞ്ഞിട്ടുണ്ടാവും, ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാകും. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കുക. ദർ ഈസ് എ കൈരാൽ കാർബൺ ആൻഡ് ദർ ഈസ് അനദർ കൈരാൽ കാർബൺ. 2 കൈരാൽ കാർബൺ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ മേലത്തെ ഹാഫും താഴത്തെ ഹാഫും സെയിം അല്ല. മേലത്തെ ഹാഫിൽ ഇവിടെ നോക്കുക
നോക്കുക. ഇവിടെ അയോഡിൻ ആണെങ്കിൽ ഇവിടെ ഫ്ലൂറിൻ ആണ്, ഇവിടെ ഫ്ലൂറിൻ ആണെങ്കിൽ ഇവിടെ അയോഡിൻ ആണ്. സോ ഇവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലെങ്കിൽ ദിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. സോ സെക്കൻഡ് കോമ്പൗണ്ട് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്. ബി എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ബി ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സി നോക്കുന്ന സമയത്തും ദർ ആർ 2 കൈരാൽ കാർബൺ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മേലത്തെ ഹാഫും താഴത്തെ ഹാഫും ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലെങ്കിൽ ദിസ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. അടുത്ത കോമ്പൗണ്ട് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് മേലത്തെ ഹാഫും താഴത്തെ ഹാഫും എന്താ വരുന്നത്, സെയിം ആണ്. ദാറ്റ് ഈസ് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. റെഡി. അപ്പൊ ഇവിടെ രണ്ടെണ്ണമാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ട് മാറിയിട്ടുള്ളത്. ബിയും സിയും ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് വരുന്നത്. സോ അങ്ങനെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് വിൽ എക്സിബിറ്റ് ജോമെട്രിക്കൽ ഐസോമറിസം? അവിടെ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ആൽക്കീനിൽ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ സിസ്റ്റത്തിലാണല്ലോ നമ്മുടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക. അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് പേര്, ഇപ്പൊ എ ബി എന്ന് പറയുന്ന രണ്ട് പേര് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ രണ്ട് പേര് ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പൊ ഇവിടെ എ ബി, ഇവിടെ എ ബി എന്നുള്ള ടൈപ്പ് ആണെങ്കിൽ ഇവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ലൈക്ക് ദിസ് വേ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ എ, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ബി, ഇങ്ങനെയാണ്. ഒരു കാർബണിൽ വരുന്ന രണ്ട് പേരും സെയിം ആണെങ്കിൽ there is no geometrical isomerism. അവിടെ geometrical isomerism ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കാം. 1-phenyl butene എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചു നോക്കുന്ന സമയത്ത് ഞാൻ butene ആദ്യം വരക്കുകയാണ്. CH ഡബിൾ ബോണ്ട് CH, അത് കഴിഞ്ഞാൽ ഇവിടെ CH2, പിന്നെ ഇവിടെ ഫിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. 1-phenyl butene എന്ന് പറയുമ്പോൾ പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് ഒരു CH3. ഞാൻ ഇങ്ങനെ വരക്കാം, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു CH3 ഇങ്ങനെ വരക്കാം. ആൻഡ് ഈ എച്ചിനെ ഞാൻ ഈ ഡബിൾ ബോണ്ട് H എന്നുള്ള രീതിയിൽ കാർബണെ ഞാൻ ഇങ്ങോട്ട് മാറ്റാം. ആൻഡ് ദിസ് ആൾസോ ഐ എം ചേഞ്ചിങ് ലൈക്ക് ദിസ് വേ. ആൻഡ് ഇവിടെ ഞാനൊരു ഹൈഡ്രജനും ഇടാം. ഇസ് ദാറ്റ് റൈറ്റ്? ആൻഡ് ഈ കാർബണിലുള്ള ആളെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ H എന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ആൻഡ് അനദർ കോമ്പൗണ്ട്, ഈ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഇസ് ദാറ്റ് റൈറ്റ്? ഈ രീതിയിൽ, നോട്ട് ലൈക്ക് ദിസ്, ഈ രീതിയിൽ ഇവിടെ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. ഇതല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് 1-phenyl butene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമുള്ള ആൾക്കാർ ഇവിടെ നോക്കിക്കോ. 1-phenyl 1 2 3 4 1-phenyl butene എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണ്. സോ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഇവിടെ H, ഇവിടെ CH3, ഇവിടെ H, ഇവിടെ വേറൊരു കോമ്പൗണ്ട്. ഡെഫിനറ്റ്ലി ഇയാൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഇറ്റ് വിൽ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ ഓപ്ഷൻ 1 തന്നെ വരിക. അപ്പൊ നിങ്ങളായിരിക്കും ഓപ്ഷൻ 2 എന്താ പ്രശ്നം എന്നുള്ളത്. ഓപ്ഷൻ 2 എന്താ തന്നിട്ടുള്ളത്? 3-phenyl butene എന്നുള്ളതാണ് ഓപ്ഷൻ 2. അപ്പം butene എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് C എന്ന് എഴുതുന്നു. ഇവിടെ ഞാനൊരു H ഇടുന്നു, ഇവിടെ ഞാൻ അടുത്തൊരു H ഇടുന്നു. ദെൻ 3-phenyl എന്ന് പറയുന്ന സമയത്ത് ബ്യൂട്ടനെയാണ് വന്നിട്ടുള്ളത്. ദെൻ അടുത്ത ഒരു കാർബൺ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്. ആൻഡ് ആ കാർബണിൽ ഇവിടെ എന്തുണ്ട്, ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. Is that right? 3-phenyl butene, ഇവിടെ ഒരു CH3 ഉണ്ട്. Is that right? ഇവിടെ മറ്റൊരു H കൂടിയും വരുന്നുണ്ട്. ഈ കാർബൺ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ട് പേര് എന്താ വരുന്നത്, സെയിം ആണ്. രണ്ട് പേര് സെയിം ആണെങ്കിൽ അവിടെ എന്തില്ല, ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം എന്ത് ചെയ്യില്ല, കാണിക്കില്ല. ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്ത രണ്ടുപേരും ഡിഫറെന്റ് ആണെങ്കിൽ മാത്രമേ അവരെന്ത് കാണിക്കുള്ളൂ, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് ഓർമ്മയിൽ വെക്കണം. അങ്ങനെ വരികയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ എ ആണ് വരിക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ. Carbocation stability is directly proportional to electron donating group, that is plus I plus R group, and inversely proportional to electron withdrawing group, that is minus I minus R എന്ന് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ കാർബോകാറ്റയോണിന്റെ എന്ത് കൂടും, സ്റ്റെബിലിറ്റി കൂടും. ഇവിടെ നോക്കുന്ന സമയത്ത് ക്ലോറിൻ എന്ന് പറയുന്ന എലമെന്റ് -I ഗ്രേറ്റർ ദാൻ +R എന്നവര്, അതിന് -I എഫക്റ്റ് ആണ് കൂടുതൽ. NO2 എന്ന് പറയുന്ന ഗ്രൂപ്പിന് -R എഫക്റ്റ് ആണ് കൂടുതൽ. എല്ലാ കാർബണിന്റെ മേലെയും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്.
ഈ തന്നിട്ടുള്ള എല്ലാ കാർബണിന്റെ മേലെയും ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെ OCH3 എന്ന് പറയുന്നത് ഒരു പ്ലസ് ആർ എഫക്റ്റ് ആണ്. പ്ലസ് ആർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരാണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് കൂടുതലായി കഴിഞ്ഞാൽ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടും എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒരു ബേസ് +2 പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു കാർബോകാറ്റോണിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ പോസിറ്റീവ് ചാർജ് കുറയും. ആർക്കാണോ ചാർജ് കുറയുന്നത് അയാളുടെ സ്റ്റെബിലിറ്റിയാണ് കൂടുക. ചാർജ് കൂടുന്തോറും അയാൾ അൺസ്റ്റേബിൾ ആവുക ചെയ്യുക. അപ്പൊ കാർബോകാറ്റോൺ വരുന്ന സമയത്ത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരണം. കാർബാനിയോൺ വരുന്ന സമയത്ത് ഇലക്ട്രോണെ വിഡ്രോ ചെയ്യണം. കാരണം കാർബണിന്റെ മേലെ നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ നെഗറ്റീവ് ചാർജ് കുറയണമെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോ ചെയ്ത് പോകണം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരണം. അപ്പൊ ഇവിടെ പ്ലസ് ആർ ആയിട്ടുള്ള ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുന്നത് കാരണമാണ് അത് മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ ഓപ്ഷൻ 3 തന്നെയാണ് വരിക. കാരണം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റെബിലിറ്റി കൂടുന്നത് എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. What was the next question? CH3, CH2, CH2, Br, NaCN-ഉമായിട്ട് റിയാക്ട് ചെയ്തു. ദിസ് ഈസ് എ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് അല്ലേ? പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിന് ഏത് റിയാക്ഷനാ സംഭവിക്കുക? SN2 റിയാക്ഷനാ സംഭവിക്കുക. SN2ന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെറിഷറി എന്നാണ്. പ്രൈമറി ആൽക്കൈൽ ഹാലൈഡിന് SN2 റിയാക്ഷൻ ആണ്. SN2 റിയാക്ഷൻ സംഭവിക്കുക ആരുടെ പ്രസൻസിലാണ്? പോളാർ അപ്രോട്ടിക് സോൾവെന്റിന്റെ പ്രസൻസിലാണ്. പോളാർ അപ്രോട്ടിക് സോൾവെന്റുകൾ ആരൊക്കെയാണ് മക്കളെ? ഒന്ന് പോളാർ അപ്രോട്ടിക് സോൾവെന്റിൽ പെടുന്നതാണ് ഒന്ന് അസറ്റോൺ എന്ന് പറഞ്ഞാൽ ഡൈമീഥൈൽ കീറ്റോൺ. അത് കഴിഞ്ഞാൽ DMSO ഡൈമീഥൈൽ സൾഫോക്സൈഡ്, DMF ഡൈമീഥൈൽ ഫോമമൈഡ്, അത് കഴിഞ്ഞാൽ DMA ഡൈമീഥൈൽ അസറ്റമൈഡ്, THF ടെട്രാഹൈഡ്രോഫ്യൂറാൻ. ഇതെല്ലാം പോളാർ അപ്രോട്ടിക് സോൾവെന്റ്സുകളാണ്. അപ്പൊ ഇവിടെ SN2 റിയാക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കുന്നത്, ഫാസ്റ്റസ്റ്റ് ആയിട്ട് സംഭവിക്കുന്നത് പോളാർ അപ്രോട്ടിക് സോൾവെന്റ് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? DMF ഡൈമീഥൈൽ ഫോമമൈഡ് ആണ്. ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദി ചാപ്റ്റർ ഹാലോ ആൽക്കെയ്ൻസ് ആൻഡ് ഹാലോ അരീൻസ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിയാക്ഷൻ? ഇത് നമ്മുടെ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം ആൽക്കഹോളിക് KOH. ഐ വിൽ ഷോ യു ദിസ് റിയാക്ഷൻ വൺസ് അഗെയിൻ. നിങ്ങൾ തന്നിട്ടുള്ളത് ദർ ഈസ് എ CH2, ഇവിടെ ഒരു Br തന്നിട്ടുണ്ട്, ആൻഡ് ദർ ഈസ് അനദർ C വിത്ത് അതിൽ 2 H ഉണ്ട്. 2 H കോമ്പൗണ്ട്സ് ഇവിടെ പ്രസന്റ് ആണ്. മാത്രമല്ല ഒരു Br കോമ്പൗണ്ടും ഇവിടെ പ്രസന്റ് ആണ്. ഇസ് ദാറ്റ് റൈറ്റ്? ഇവിടെ ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് ബീറ്റ കാർബൺ. ആദ്യം ആൽക്കഹോളിക് KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ, ഇവിടെ നിന്ന് Hഉം ഇവിടെ നിന്ന് Br എന്ത് ചെയ്യും, നഷ്ടപ്പെടും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH, ഇവിടെ എന്ത് വരും, Br എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇതിലോട്ട് NaNH2 എന്ന് പറയുന്ന സോഡമൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ അതിനെന്ത് ചെയ്യും, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ സംഭവിക്കും, HBr പോകും. നമ്മൾ ആൽഫ കാർബണിൽ നിന്ന്, ദിസ് ഈസ് ആൽഫ കാർബൺ, ദിസ് ഈസ് എ ബീറ്റ കാർബൺ, ഇവിടെ നിന്ന് Brഉം ഇവിടെ നിന്ന് Hഉം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്ന ആൽക്കൈൻ ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടും. സോ നമ്മൾ ഇതാണ് നമുക്ക് ഓപ്ഷൻസ് വരെ. ഫൈനലി വരേണ്ടത് ആൽക്കൈൻ ആയിട്ടുള്ള ഈഥൈൻ ആണ്. അങ്ങനെ ഈഥൈൻ വരുന്ന 2 ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ A നോക്കണം. A കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, CH2 ഡബിൾ ബോണ്ട് CHBr. CH2 ഡബിൾ ബോണ്ട് CHBr എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ് എന്ത് വരുന്നത്, കറക്റ്റ് ആൻസർ വരുന്നത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. And what is the next question? It is from the chapter hydrocarbon എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ദറ്റ് ഈസ് നമ്മൾ അറോമറ്റൈസേഷൻ ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ്. നമുക്ക് ഇവിടെ ഓൾറെഡി അറിയാം, ദിസ് ഈസ് പ്രൊപ്പ് 1 അയനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ 3 കോമ്പൗണ്ടുകളെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിങ്ങനത്തെ 3 എണ്ണം, ഇങ്ങനത്തെ C ട്രിപ്പിൾ ബോണ്ട് CH എന്നുള്ളതിന് 3 എണ്ണം വന്നു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു എ ബെൻസീൻ. ബെൻസീൻ നമുക്ക് ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട്സ് പ്രസന്റ് ആണ്. Is that right? അത് കഴിഞ്ഞാൽ ബാക്കി 3 മീഥൈൽ ഗ്രൂപ്പും കൂടി പ്രസന്റ് ആണ്. ആ 3 മീഥൈൽ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യും, 3 പൊസിഷനിലായിട്ട് 135 ട്രൈ മീഥൈൽ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. ഇതിൽ നമ്മൾ ചോദിച്ചത് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലുക്ക് അറ്റ് ഹിയർ കെയർഫുള്ളി. ഓരോന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ദർ ഈസ് എ ബെൻസീൻ റിംഗ്. നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ ഒരു ബെൻസീൻ റിംഗ് നമുക്ക് ബേസിക്കലി തന്നിട്ടുണ്ട്. ജസ്റ്റ് ഡ്രോയിങ് ദിസ് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് ഞാനിവിടെ കാണിക്കാം. ബെൻസീൻ റിംഗിൽ ഇവിടെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഏത് ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട്സ് ഇവിടെ പ്രസന്റ് ആണ്.
and there is one methyl group here, one methyl group here, one methyl group here. ഇവിടെ ഒരു കാർബൺ, ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ഇവിടെ പ്രസന്റ് ആണ്. Is that right? And there is another carbon here, ഇവിടെയും 3 ഹൈഡ്രജൻ പ്രസന്റ് ആണ്. Is that right? ഇവിടെയും ഒരു കാർബൺ, ഈ കാർബണിൽ 3 ഹൈഡ്രജൻ എന്താണ് പ്രസന്റ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഒരു എച്ച് വരുന്നുണ്ട്, ഇവിടെ ഒരു എച്ച് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു എച്ച് വരുന്നുണ്ട്, പിന്നെ കാർബണിന്റെ ഇടയിലുള്ളൊക്കെ സിഗ്മ ബോണ്ട്. അപ്പൊ സിഗ്മ ബോണ്ടുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 3 4, ഇവിടെ ഒരു സിഗ്മ ഒരു പൈ 5 അല്ലേ, 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 21 സിഗ്മ ബോണ്ടുകളാണ് ടോട്ടലി എന്ത് ചെയ്യുന്നത് വരുന്നത്. അങ്ങനെ 21 എന്ന് പറയുന്ന ഓപ്ഷൻ അതിലുണ്ടോ നോക്ക്. സോ ഓപ്ഷൻ 1 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്ക്. CH3 CH2 CH2Br സെഡുമായിട്ട് റിയാക്ട് ചെയ്തു. അതിൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് സംഭവിച്ചിട്ടുള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു. രണ്ടാമത്തേൽ എലിമിനേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ഇയാൾക്ക് ബൾക്കിനെസ് കൂടുതലാണ് അല്ലേ. ബൾക്കിനെസ് കൂടുതലാണെങ്കിൽ, ബൾക്കി ഗ്രൂപ്പ് ആണെങ്കിൽ അവിടെ കൂടുതലായിട്ട് എന്തേ സംഭവിക്കുള്ളൂ, എലിമിനേഷനെ സംഭവിക്കുള്ളൂ. ഇയാൾക്ക് തന്നെ ആയിരിക്കണം എ എന്ന് പറയുന്ന കോമ്പൗണ്ടിന് തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ, ബി ആണ് എന്താ വരിക എലിമിനേഷൻ. അപ്പൊ എ എന്ന് പറയുന്നതിന്റെ മ്യൂന്റെ വാല്യൂ, എ എന്ന് പറയുന്നതിന്റെ മ്യൂന്റെ വാല്യൂ ആയിരിക്കും കൂടുതൽ ഏതിനേക്കാളും, മ്യൂ ബിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എലിമിനേഷൻ വരുന്നത് ഏതിനായിരിക്കും, എലിമിനേഷൻ വരുന്നത് ബിക്കായിരിക്കും, ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് ഏതിനായിരിക്കും, എക്കായിരിക്കും എന്ന് പറയുന്ന ഓപ്ഷൻ എ എന്നല്ലേ വരുന്നുള്ളൂ. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനുകൾ നോക്കിയേ, എലിമിനേഷൻ എക്കാന്നാ കൊടുത്തുള്ളത്, അത് തെറ്റല്ലേ. എലിമിനേഷൻ ബിക്കാണ്, പക്ഷെ അവിടെ സമയം മ്യൂ ബി ആണ് കൊടുത്തുള്ളത്, അതും തെറ്റാണ്. മ്യൂന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ഏതിനുണ്ടാവുക, ഈ തന്നിട്ടുള്ള CH3 CH2O- എന്ന് പറയുന്ന കോമ്പൗണ്ടിനല്ലേ മ്യൂ വാല്യൂ കൂടുതൽ ഉണ്ടാവുക. സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ എലിമിനേഷൻ അല്ലേ, കെ സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അവിടെ എന്ത് ചെയ്യുക സംഭവിക്കുക കൂടുതൽ. അപ്പൊ മ്യൂന്റെ വാല്യൂ, മ്യൂ എന്റെ വാല്യൂ, സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ ആയിരിക്കും എന്ത് വരിക കൂടുതൽ വരിക. അത് കഴിഞ്ഞാൽ അടുത്തത് മ്യൂ ബി ആണ് കൊടുത്തിട്ടുള്ളത്, അപ്പൊ ഇതിൽ അതും തെറ്റാണ്. അപ്പൊ റൈറ്റ് ആൻസർ വരുന്നത് ഏതെന്നെ വരുള്ളൂ, ഓപ്ഷൻ 1 തന്നെ വരുള്ളൂ കറക്റ്റ് ആൻസർ ആയിട്ട്. ഓപ്ഷൻ 1 വിൽ ബി ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈബൊറൈൻ THF-H2O2, ദിസ് ഈസ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഈ തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോബൊറേഷൻ ആണ്. ഹൈഡ്രോബൊറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആന്റി മാർക്കോണിക്കോഫ്സ് റൂൾ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് ഏത് റൂളാണ്, AMK എന്ന് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, ആന്റി മാർക്കോണിക്കോഫ് റൂൾ ആണ്. അപ്പൊ അവിടെ ആന്റി മാർക്കോണിക്കോഫ് റൂൾ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ തന്നിട്ടുള്ളത് ഒരു ഹെക്സൈന് തന്നിട്ടുണ്ട്. ഈ ഡബിൾ ബോണ്ട് ഇവിടെ പൊട്ടി ഇവിടെ എന്ത് ചെയ്യും, CH2 എന്നുള്ളിടത്ത് OH വരും. ദിസ് ഈസ് ദി ഓപ്ഷൻ ബി. ഇതായിരിക്കണം ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. Is that right? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ എ ജസ്റ്റ് ഹൈഡ്രോളിസിസ് ആണ്. ദിസ് ഈസ് മാർക്കോണിക്കോവ്സ് റൂൾ. അത് മാർക്കോണിക്കോവ്സ് റൂളിനാണ് ഒബേ ചെയ്യുക. അപ്പം എ എന്ന് പറയുന്നത് മാർക്കോണിക്കോവ്സ് റൂൾ ആണെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ട കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു CH3 ആയിട്ട് മാറും. ഇവിടെ എന്ത് വരും, ഒരു OH എന്ത് ചെയ്യും ഫോം ചെയ്യും. ഇറ്റ്സ് ജസ്റ്റ് ഫോളോ മാർക്കോണിക്കോവ്സ് റൂളും ഇത് ആന്റി മാർക്കോണിക്കോവ്സ് റൂളും. റിമെമ്പർ ചെയ്യുക, B2H6 THF ആൻഡ് H2O2 ഇൻ ദ പ്രസൻസ് ഓഫ് OH- നിങ്ങൾ ആൽക്കോഹോൾ ഫിനോൾസ് ആൻഡ് ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഈ കോമ്പൗണ്ട്. ഡൈബറൈൻ്റെ റിയാക്ഷൻ, ദിസ് ഈസ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. അത് ആന്റി മാർക്കോണിക്കോഫ് റൂളിനാണ് ഒബേ ചെയ്യുക. ആൻഡ് ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏതാ ഒബേ ചെയ്യുക, മാർക്കോണിക്കോഫ് റൂളിനാണ് എന്ത് ചെയ്യുക ഒബേ ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിൽ ഏത് ഓപ്ഷനാണ് വരിക, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക. അതിൽ നമുക്ക് A B റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദിസ് ഈസ് A ആൻഡ് ദിസ് ഈസ് B. A എന്ന് പറയുന്നത് ഇത് കറക്റ്റ് വരുന്നത് ഏത് ഓപ്ഷനാണ് വരുന്നത്, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. B എന്ന് പറഞ്ഞ കോമ്പൗണ്ടും A എന്ന് പറയുന്ന കോമ്പൗണ്ടും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ മക്കളെ, നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ഗിവ് ഹാലോഫോം ടെസ്റ്റ്. ഹാലോഫോം ടെസ്റ്റ് നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹാലോഫോം ടെസ്റ്റ് തരുന്ന കേസുകൾ ആരൊക്കെയാണ്, ഒന്ന് മീഥൈൽ കീറ്റോൺ ആണ്. മീഥൈൽ കീറ്റോൺ വരുന്ന കേസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാലോഫോം ടെസ്റ്റ് തരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എത്തനോൾ എന്ത് തരുന്നുണ്ട്, ഹാലോഫോം ടെസ്റ്റ് തരുന്നുണ്ട്. Is that right? അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ കേസുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത് പറഞ്ഞത് മീഥൈൽ കീറ്റോൺ. മീഥൈൽ കീറ്റോൺ വരുന്ന കേസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹാലോഫോം ടെസ്റ്റ് വരുന്നുണ്ട്. എത്തനോൾ ഹാലോഫോം ടെസ്റ്റ് വരുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ആൽക്കോൾ ഗ്രൂപ്പ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജനറലി എഴുതാം, 2 ആൽക്കനോൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലും എന്ത് ടെസ്റ്റ് തരുന്നുണ്ട്, ഹാലോഫോം ടെസ്റ്റ് തരുന്നുണ്ട്.
അപ്പോൾ ഈതൈൽ ആൽക്കഹോൾ ആലോഫോം ടെസ്റ്റ് തരുന്നുണ്ട്. അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന കേസ് നിങ്ങൾ ഇവിടെ നോക്കിയേ. അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3C ഡബിൾ ബോണ്ട് O, ഇവിടെ H, ഇവിടെ നമുക്ക് ഏത് ഗ്രൂപ്പ് പ്രസന്റ് ആണ്? മീതൈൽ കീറ്റോൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അപ്പോൾ അവർ ഹാലോഫോം ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? തരുന്നുണ്ട്. അതേസമയം അസറ്റോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് CH3COCH3, ഇതല്ലേ അസറ്റോൺ, ദാറ്റ് ഈസ് പ്രൊപ്പനോൺ, അവിടെയും നമുക്ക് എന്ത് പ്രസന്റ് ആണ്? മീതൈൽ കീറ്റോൺ പ്രസന്റ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും ഹാലോഫോം ടെസ്റ്റ് തരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗോ ഫോർ ദി ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. എം ക്ലോറോബെൻസാൾഡിഹൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡിന് കോൺസെൻട്രേറ്റഡ് 50% കോൺസെൻട്രേറ്റഡ് മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡ് ആണ് തന്നിട്ടുള്ളത്. മെറ്റാക്ലോറോബെൻസാൾഡിഹൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇതാണ്. ഇതിനെ നമ്മൾ 50% KOH, ദാറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് KOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അണ്ടർഗോ ഏത് റിയാക്ഷൻ മക്കളെ ഈ അണ്ടർഗോ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ അണ്ടർഗോ കാനിസാരോ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ഇത് എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് മെറ്റാക്ലോറോ ഇവിടെ വരും. ഇവിടെ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് COO- ആയിട്ട് മാറും. പിന്നെ റിഡക്ഷൻ സംഭവിച്ചിട്ട് അവിടെ ആൽക്കഹോൾ ആയിട്ടും മാറും. Is that right? അപ്പം അവിടെ ആൽക്കഹോൾ ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ എന്തായിട്ട് മാറുന്നുണ്ട്? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ബാക്കിയുള്ളതൊന്നും അങ്ങനെ അല്ലല്ലോ വരുന്നത്. ഇസ് ദാറ്റ് റൈറ്റ്? ഇവിടെ ഉള്ള ഓപ്ഷൻ 2 നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കിയേ. ഇവിടെ OH അല്ലേ വന്നിട്ടുള്ളത്? OH ആണോ അവിടെ വരുന്നത്? അല്ല. അതേസമയം ഇവിടെ OH തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ Cl ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കോമ്പൗണ്ട് അല്ല. അങ്ങനെ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. CH3NO2നെ SnCl2 റിഡക്ഷൻ ആണ്. ആക്ച്വലി SnCl2 നമ്മൾ എന്ത് ചെയ്യുന്നത്? SnHCl എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത്. NO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ ശ്രദ്ധിച്ചോ. NO2 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിനെ അതെന്താക്കി മാറ്റും? NH2 ആക്കി എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. സോ പ്രൊഡക്റ്റ് ഈ CH3NH2 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. ഓപ്ഷൻ ഏതാ വരിക? A ആണ് കറക്റ്റ് ആൻസർ വരിക. ഡയറക്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത്ര നീറ്റ് ലെവൽ, പ്യൂർലി നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. പ്രഡിക്ട് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ബ്രോമിൻ വാട്ടർ നിങ്ങൾ ഈ സെയിം റിയാക്ഷൻ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇയാളൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇയാളൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താക്കിയാൽ മതി? കാർബോക്സിലിക് ആസിഡ് ആക്കി കൺവേർട്ട് ചെയ്താൽ മതി. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യാൻ കഴിയൂല. ആൽഡിഹൈഡിനെ നേരെ ഓക്സിഡൈസ് ചെയ്തിട്ട് അതിന്റെ ഫർദർ ഫോം, ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഇതിൽ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ വരുന്ന ഓപ്ഷൻ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരിക. ഈ സെയിം റിയാക്ഷനെ നിങ്ങൾ അഥവാ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3. കോൺസെൻട്രേറ്റഡ് HNO3 ഈസ് ആൻ ഓക്സിഡൈസിങ് ആസിഡ് ആണ്. അവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറി ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡ് ആവും, ഈ ആൽഡിഹൈഡും കാർബോക്സിലിക് ആസിഡ് ആവും. അങ്ങനെ പോവുകയാണെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഇസ് ദാറ്റ് റൈറ്റ്? ആ കൺസെപ്റ്റ് നിങ്ങൾ നമ്മളെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് റെഡ്യൂസ് ടോളറൻറ്റ് ടെസ്റ്റ്. ഇതും ബയോമോളിക്യൂൾസ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ബയോമോളിക്യൂൾസിൽ റെഡ്യൂസിങ് ഷുഗർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾസുകൾ ഏതൊക്കെയാണ്? റെഡ്യൂസിങ് ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പറഞ്ഞത്? ഓൾ മോണോസാക്രൈഡ്. എല്ലാ മോണോസാക്രൈഡുകളും റെഡ്യൂസിങ് ആണ്. അതേസമയം മോണോസാക്രൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈസാക്രൈഡ് ലൈക്ക് മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. മാൾട്ടോസ് ഡൈസാക്രൈഡ് ആണ്. ഡൈസാക്രൈഡ് ആയിട്ടുള്ള മാൾട്ടോസും ലാക്ടോസും ഏതാ വരുന്നത്? റെഡ്യൂസിങ് ഷുഗർ ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാ വരുന്നത്? നോൺ റെഡ്യൂസിങ് ഷുഗർ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ പോളിസാക്രൈഡും. എല്ലാ പോളിസാക്രൈഡും ഏത് വരുന്നതാണ്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. പിന്നെ ഡൈസാക്രൈഡ് ലൈക്ക് സൂക്രോസ് എന്താ വരുന്നത്? നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. Those who can reduce tolerance reagent can known as a reducing sugar, and those who does not reduce tolerance reagent is known as a non-reducing sugar. അപ്പോൾ ഇവിടെ does not reduce tolerance reagent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിരിക്കണം. നോൺ റെഡ്യൂസിങ് ഷുഗറിന് എക്സാമ്പിൾ പോളിസാക്രൈഡുകളായിട്ടുള്ള സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. പിന്നെ ഏതാ വരുന്നത്? സൂക്രോസ് ആണ്. അപ്പോൾ സൂക്രോസ് എന്ന് പറയുന്ന ഓപ്ഷൻ 1 നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് പോവാം.
അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു നോക്കുക. ലസൈൻ ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ ഫെയിൽ. ലസൈൻ ടെസ്റ്റില് നൈട്രജന് സൾഫർ ഹാലജന്റെ ടെസ്റ്റ് ആണ് ആക്ച്വലി ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസൈൻ ടെസ്റ്റ്. അപ്പൊ ലസൈൻ ടെസ്റ്റിൽ നൈട്രജനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് NaCN എന്ന് പറയുന്ന ഒരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ആയിട്ടാണ്. അപ്പൊ ആ കോമ്പൗണ്ടിൽ കാർബണും വേണം, നൈട്രജനും പ്രസന്റ് ആയിരിക്കണം. ഫസ്റ്റത്തെ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. സെക്കൻഡ് കോമ്പൗണ്ടിൽ നൈട്രജൻ മാത്രമേ ഉള്ളൂ. തേർഡ് കോമ്പൗണ്ടിലും കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഫോർത്ത് കോമ്പൗണ്ടിലും കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. നൈട്രജൻ മാത്രമാണെങ്കിൽ അവിടെ എന്ത് തരില്ല? ലസൈൻ ടെസ്റ്റ് തരില്ല. അപ്പൊ ഏതാണ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് നൈട്രജനെ ഫെയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ 2 ആണ്. ബിക്കോസ് ദർ ഷുഡ് ഹാവ് ദി പ്രസൻസ് ഓഫ് ബോത്ത് കാർബൺ ആൻഡ് നൈട്രജൻ. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 81. ഫോർ എ റിയാക്ഷൻ A+2B gives C. A+2B gives C എന്ന് പറയുന്ന റിയാക്ഷൻ തന്നിട്ടുണ്ട്. A+2B എന്തായിട്ട് മാറി? C ആയിട്ട് മാറി. Amount of C formed by starting with the reaction with the 5 moles of A and 8 moles of B. നിലവില് നമ്മൾ ഇക്വേഷൻ പ്രകാരം ഒരു മോള് Aക്ക് 2 മോൾ എന്താ വന്നിട്ടുള്ളത്? B ആണ് വേണ്ടി വന്നിട്ടുള്ളത്. എത്ര മോളാണ് A തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? 5 മോൾസ് ആണ്. അപ്പൊ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 5 മോൾ Aക്ക് നമുക്ക് ടോട്ടൽ 10 മോൾ എന്ത് വേണം? 10 മോൾ B വേണം. ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ 8 മോൾസ് ബി എ തന്നിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി ബി ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ബി ആണ് ഇവിടെയുള്ള ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ലിമിറ്റിംഗ് റിയേജന്റ് ആണ് തീരുമാനിക്കുക എത്ര പ്രൊഡക്റ്റ് അവിടെ എന്ത് ചെയ്യണം, ഫോം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇക്വേഷൻ പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് വെൻ വി ആർ ലുക്കിംഗ് ദി ഇക്വേഷൻസ് കെയർഫുള്ളി, ഇതിലുള്ള ഓരോ ഇക്വേഷൻസ് നമ്മൾ കെയർഫുള്ളി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഞാനിവിടെ പറയാം. ഞാൻ നെക്സ്റ്റ് പേജിൽ ഇത് കൃത്യമായിട്ട് പറയാം. നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ പ്രകാരം ബി ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. A+2B gives എന്ത് കിട്ടി? C എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 2 മോള് ബിയിൽ നിന്ന് 1 മോള് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? C ഫോം ചെയ്യുന്നുണ്ട്. എത്ര മോളാണ് ബി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 8 മോൾസ്. അപ്പൊ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 മോൾസ് ആയി. അപ്പം 8 മോള് ബിയിൽ നിന്ന് നമുക്ക് 4 മോൾ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? C ഫോം ചെയ്യുന്നുണ്ട്. സോ 4 മോള് C ആണ് അവിടെ ഫോം ചെയ്യുന്നത്. സോ നമ്മൾ ചോദിച്ചത് എമൗണ്ട് ഓഫ് C ആണ് 4 മോൾസ്. ഓപ്ഷൻ 4 വിൽ ബി ദ റൈറ്റ് ആൻസർ. What is the next question? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. Which of the following set of contact number is not possible? ഇതിൽ ഏതാ പോസിബിൾ അല്ലാത്തതെന്നാണ്. ഫസ്റ്റത്തത് 1s ആണ് അല്ലെ. 1s പോസിബിൾ ആണ്. എമ്മിന്റെ വാല്യൂ 0 വരാം. എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2l+1 അല്ലേ. m is equal to 2l+1 ആണ്. സോ 2 into 0 + 1 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറയുന്ന വാല്യൂ വരാം. അടുത്ത തന്നിട്ടുള്ള ഓർബിറ്റിൽ 2p ആണ്. 2pയിലും എമ്മിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m is equal to 12+1 എന്ന് പറയുമ്പോൾ 2 into 1 + 1 3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പൊ 0 വരാം, -1 വരാം, അതേസമയം ഏതും വരാം, +1 വരാം. അടുത്തത് 3 എന്ന് പറയുമ്പോൾ ഏതാ കിട്ടുന്നത്? 3f എന്ന് പറയുന്ന ഒരു ഓർബിറ്റൽ പ്രസന്റ് ആണോ? Is there any orbital is presenting like 3f? ഇല്ല. So which is not possible? 3 ആണ് not possible. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്ട്ലി പോവാം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. ദി എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ്. കാർബന്റെ കമ്പഷൻ C+O2 gives എന്ത് കിട്ടി? CO2. അതിന്റെ കമ്പഷന്റെ വാല്യൂ തന്നിട്ടുള്ളത് 393.5 എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. Is that right? 393.5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ്. കമ്പഷൻ ആയത് കാരണം നമുക്കത് എക്സോതെർമിക് ആണ്. അപ്പം -393.5 എന്ന് പറയുന്ന വാല്യൂലോട്ട് എത്തും. ആൻഡ് കാർബൺ മോണോക്സൈഡിന്റെ കമ്പഷൻ എന്ന് പറയുമ്പോൾ CO+ എന്ത് വരുന്നുണ്ട്? ½ എന്തായിട്ട് മാറും? CO2 ആയിട്ട് മാറും. അതിന്റെ വാല്യൂ -283 എന്ന് പറയുന്ന വാല്യൂ വരും. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഏതാ ചോദിച്ചിട്ടുള്ളത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും C+ എന്താ വരുന്നത്? ½ എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എൻതാൽപ്പി കാണുന്ന കേസിലുള്ള റിയാക്ഷനുകൾ ഇവിടെ നോക്കി. ഇവിടെ കാർബൺ സെയിം സൈഡാണ്. സെയിം സൈഡിൽ ആ വാല്യൂ എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -393.5. ഇയാൾ എല്ലായിലും കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് CO. ദിസ് ഈസ് കാർബൺ മോണോക്സൈഡ്. CO എന്ന് പറയുന്ന മോളിക്യൂൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ CO ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് CO. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ സൈന് മാറ്റിയിടണം. അപ്പൊ പ്ലസ് എന്ത് വരും? 283 എന്ന് പറയുന്ന വാല്യൂ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -110.5 കിലോ ജൂൾ എന്ന് പറയുന്ന വാല്യൂലോട്ട് വരും. എവറിത്തിങ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് പ്യൂർലി നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. Is that right? Let's see what is the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. The solubility of SRF2. സൊലിബിലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 9.55 × 10⁻⁻⁵. The KSP സൊലിബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനാണ്.
SrF2 എന്ന് പറയുന്ന മോളിക്യൂളിൽ ദിസ് ഈസ് ഞാൻ ഇന്നലെ ഓൾറെഡി ദാറ്റ് മീൻസ് ലാസ്റ്റ് മോക്ക് ടെസ്റ്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. AXBY എന്ന് പറയുന്നതിന്റെ KSP കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻x ഇൻറ്റു y⁻y ഇൻറ്റു s⁻x+y എന്ന് പറയുന്ന ജനറൽ ഫോർമുലയാണെങ്കിൽ SrF2 എന്ന് പറഞ്ഞതിന്റെ KSP കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 ഇൻറ്റു 2:2 ഇൻറ്റു s⁻1+2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4s³ എന്ന് പറയുന്ന വാല്യൂ കിട്ടി. സോ KSP is equal to 4 into s ന്റെ വാല്യൂ ദാറ്റ് ഈസ് 9.55 ഇൻറ്റു 10⁻⁻5 ഓൾ ക്യൂബ് എന്ന് പറയുന്ന വാല്യൂലോട്ട് എന്ത് ചെയ്യും വരും. ഇസ് ദാറ്റ് റൈറ്റ്? അത്ര വാല്യൂ വരും. സോ ഇതിപ്പോൾ അപ്രോക്സിമേറ്റ്ലി 9.55നെ 10 ആക്കി എടുക്കുകയാണെങ്കിൽ 10ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10 into 10 ദാറ്റ് ഈസ് 10 into 10 100, 100 into 10 1000 എന്ന് വരും. 1000 into 4 4000ന്റെ റേഞ്ചിൽ വാല്യൂ വരും. ഇൻറ്റു 10⁻15 ആണ് വരുന്നത്. ഞാൻ അപ്പോൾ അപ്രോക്സിമേറ്റ് ആൻസർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഏകദേശം 4000 ഇൻറ്റു 10⁻15 ആണ് ആൻസർ വരിക. അങ്ങനെയാണെങ്കിൽ ഇതിനെ 4 ഇൻറ്റു 10⁻12 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിനോട് നിയർ ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ 4 അല്ലേ വരുന്നത്, 3.48 ഇൻറ്റു 10⁻12. ഇസ് ദാറ്റ് റൈറ്റ്? 10⁻12ന്റെ റേഞ്ചിലായിരിക്കും അപ്പോൾ വരിക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. ദിസ് വിൽ ബി ഈക്വൽ ടു 3.48 ഇൻറ്റു 10⁻12 എന്ന് പറയുന്ന ആൻസറിലോട്ട് വരും. ഇസ് ദാറ്റ് റൈറ്റ്? അത് കഴിഞ്ഞ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സെയിങ് ദ ഹെൻറീസ് ലോ cannot be applied to the solubility of gas in liquid. ഹെൻറീസ് ലോ എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്? ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ? ഹെൻറീസ് ലോ പറഞ്ഞാൽ എന്താ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അപ്പൊ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മോൾ ഫ്രാക്ഷൻ ദാറ്റ് ഈസ് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ത് ചെയ്യും? കൂടും. ദാറ്റ് ഈസ് P is equal to KH ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഇൻറ്റു കൈ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ ഓൾറെഡി ഹൈ പ്രഷറിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി അവിടെ സൊല്യൂബിലിറ്റി മാക്സിമം ആണ്. പിന്നെ അവിടെ ഹെൻറീസ് ലോക്ക് എന്തില്ല? അപ്ലിക്കേഷൻ ഇല്ല. അപ്പോൾ പ്രഷർ ഈസ് വെരി ഹൈ എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? തെറ്റാണ്. അതാണ് കനോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഓപ്ഷൻ 1 വരുന്നത്. ടെമ്പറേച്ചർ അടുത്ത് പറഞ്ഞത് ഗ്യാസ് ഡസ് നോട്ട് കെമിക്കലി റിയാക്ട് എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ആണ്. അതാവണം. കെമിക്കലി റിയാക്ട് ചെയ്യാൻ പാടില്ല. ഗ്യാസ് ഡസ് നോട്ട് അസോസിയേറ്റ് ഓർ ഡിസോസിയേറ്റ്, അതും ശരിയാണ്. ടെമ്പറേച്ചർ മോഡറേറ്റ്ലി ഹൈ ആയിരിക്കണം, ആ പറഞ്ഞ പോയിന്റും ശരിയാണ്. പ്രഷർ എപ്പോഴും ലോ ആയിരിക്കണം ഹെൻറീസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇസ് ദാറ്റ് റൈറ്റ്? അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞുള്ള കാര്യം നോക്കും. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഓഫ് 3 മെറ്റൽസ് ഇവിടെ XYZ മൂന്നിന്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. -1.2 + 0.5 -3. മോർ നെഗറ്റീവ് ദ വാല്യൂ. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി റിയാക്ടിവിറ്റി സീരീസിലും ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് Z, അതേസമയം പിന്നെ Y പിന്നെ X. ഞാൻ റിയാക്ടിവിറ്റി സീരീസിന് ഓർഡർ എഴുതുന്നത് -3 -1.2 + 0.5 എന്ന് പറഞ്ഞ വാല്യൂ ആണ്. മോർ നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്. അവർ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അവരുടെ റെഡ്യൂസിങ് പവർ മാക്സിമം ആയിരിക്കും. ഇസ് ദാറ്റ് റൈറ്റ്? അപ്പൊ ഇതിൽ ഏറ്റവും നെഗറ്റീവ് ആരാണോ അയാൾക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക, അയാൾക്കാണ് റെഡ്യൂസിങ് പവർ കൂടുതലാവുക. പോസിറ്റീവ് വാല്യൂ വരുന്തോറും അയാളുടെ ഓക്സിഡേഷൻ ആണ് കൂടുതൽ റിഡക്ഷൻ ആണ് കൂടുതൽ സംഭവിക്കുക. അവർക്ക് ഓക്സിഡൈസിങ് പവർ ആയിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ റെഡ്യൂസിങ് പവറിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. മോർ നെഗറ്റീവ് ദ വാല്യൂ മോർ റെഡ്യൂസിങ് ദി പവർ. Z-നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഏതിന് വരും? Y-ന് വരും. ഏറ്റവും കുറവ് ഏതിന് വരും? X-ന് വരും. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z-നാണ് ഏറ്റവും കൂടുതൽ. Z കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഏതാ വരുന്നത്? Z കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് Y. ഓക്കെ, ഇവിടെ വാല്യൂ മാറിയിട്ടുണ്ട്. Y-ന്റെ വാല്യൂ ഈസ് +0.5. ദിസ് ഈസ് റോങ്. നമുക്ക് X ഇവിടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് Z കഴിഞ്ഞ ശേഷം X-ന്റെ വാല്യൂ ആണ് ഇവിടെ വരേണ്ടത്. ദാറ്റ് ഈസ് -1.2. പിന്നെ Y-ന്റെ വാല്യൂ ആണ് +0.5. Is that right? അപ്പൊ ഏറ്റവും നെഗറ്റീവ് വാല്യൂ ഏതിനാ വരുന്നത്? Z-നാണ് വരുന്നത്. അപ്പൊ Z-നാണ് ഏറ്റവും കൂടുതൽ റെഡ്യൂസിങ് പവർ. Z കഴിഞ്ഞാൽ പിന്നെ ഏതിനാ വരുന്നത്? X-നാണ്. X കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? Y. ദിസ് ഈസ് ദി ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. Is that right? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ അയോണൈസേഷൻ എനർജി വിൽ ബി ഹയർ വെൻ ദി ഇലക്ട്രോൺ ഈസ് റിമൂവ്ഡ് ഫ്രം. ഏതിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യുക? വളരെ കൂടുതലാവാം. എടാ, ഫസ്റ്റ് ഷെല്ല് വരുന്നത് ഏതാണ്? ഫസ്റ്റ് സബ് ഷെല്ല് വരുന്നത് S അല്ലേ? ഫസ്റ്റ് ഉണ്ടാകുന്നതിൽ ഷെല്ല് S ഉണ്ടായിരിക്കാം. അടുത്ത ഷെല്ല് വരുമ്പോൾ P വരും. അടുത്ത ഷെല്ലിൽ വരുമ്പം അവിടെ D വരും. അടുത്തതിൽ Fഉം ആ ഷെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ S എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഷെല്ലല്ലേ വരുന്നത്?
അപ്പൊ അവിടെ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ അവർ ന്യൂക്ലിയസുമായിട്ട് വളരെ അടുത്തല്ലേ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ന്യൂക്ലിയസിൽ നിന്നുണ്ടാകുന്ന അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ അയോണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ എസിൽ നിന്ന് ഇലക്ട്രോണെ റിമൂവ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക. ഓപ്ഷൻ 1 ആണ് എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ വരിക. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ആർ ദി ഫോളോയിങ് ഹാസ് എ നെറ്റ് സീറോ ഡൈപോൾ മൊമെന്റം. HF എന്ന് പറയുന്ന മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോ പോസിറ്റീവിൽ നിന്ന് ഇലക്ട്രോ നെഗറ്റീവിലോട്ട് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. H2O എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഓക്സിജൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ, ഇവിടുന്ന് ഇങ്ങോട്ടും ആൻഡ് സം ഓഫ് ദി ഡൈപോൾ വിൽ ബി അപ്പ് ആയിട്ട് നിൽക്കും. BF3 എന്ന് പറയുന്ന മോളിക്യൂൾ ഇവിടെ ഒരു എഫ്, ഇവിടെ ഒരു എഫ് ആൻഡ് ഇവിടെ ഒരു എഫ് എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ട് എന്തേലും ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് ഡൈപോൾ എക്സിസ്റ്റ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ടും ഡൈപോൾ വരും. ആൻഡ് ദി സം ഓഫ് ദി ഡൈപോൾ, ഈ രണ്ട് ഡൈപോളിന്റെ സം എവിടേക്ക് വരും? ഇങ്ങോട്ട് വരും. ഇസ് ദാറ്റ് റൈറ്റ്? അതേസമയം ഇവിടുന്ന് മേലോട്ട് ഓൾറെഡി ഒരു എന്തുണ്ട്, ഒരു ഡൈപോൾ പ്രസന്റ് ആണ്. മേലേക്ക് ഓൾറെഡി ഒരു ഡൈപോൾ ഈസ് പ്രസന്റ്. ദർ ഇസ് എ ഡൈപോൾ അപ്വേർഡ്. അപ്പൊ മേലെയും തായും ഡൈപോൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് ഹിയർ ദി ഡൈപോൾ മൊമെന്റ് വിൽ ബി ഈക്വൽ ടു 0. അവിടെ ഡൈപോൾ മൊമെന്റ് 0 ആവും. BF3 ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. BF3യുടെ ഡൈപോൾ മൊമെന്റ് 0 ആണെന്നൊക്കെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുന്നതാണ്, പഠിക്കുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. XeF2 ഫോം ഡാഷ് വിത്ത് AsF5. പി ബ്ലോക്കിൽ നിന്നുള്ള അടുത്ത ക്വസ്റ്റ്യനും XeF2 AsF5വുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കോമ്പൗണ്ട് XeF എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടും AsF6 എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് കോമ്പൗണ്ട് ആണ് അവിടെ എന്ത് ചെയ്യുക, ഫോം ചെയ്യുക. അപ്പൊ XeF പ്ലസും AsF6 മൈനസും എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരിക. ഇറ്റ് ഈസ് ഡയറക്ട്ലി ഫ്രം ദി ചാപ്റ്റർ പി ബ്ലോക്ക്. നമ്മുടെ 90th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പോകുന്നത്. വാട്ട് ഈസ് 90th ക്വസ്റ്റ്യൻ ഈസ് ഗിവൺ. IUPAC നെയിം ഓഫ് ദി കോംപ്ലക്സ് ആണ് തന്നിട്ടുള്ളത്. ദിസ് ഈസ് ഡൈ അമിനോ ക്ലോറൈഡ് അല്ലെങ്കിൽ ക്ലോറിഡോ എന്ന് പറഞ്ഞ പേര് വിളിക്കാം. ക്ലോറിഡോ മെത്തനമൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് പേര് വിളിക്കാം. സോ ദ നെയിം ഈസ് ഡൈ അമൈൻ ക്ലോറിഡോ മെത്തനമൈൻ. പ്ലാറ്റിനത്തിന്റെ ചാർജ് ഇവിടെ ക്ലോറിന്റെ ചാർജ് -1, ഇത് 0, ഇത് 0, ഇത് -1. അപ്പൊ പ്ലാറ്റിനത്തിന്റെ ചാർജ് X കൊടുത്തു കഴിഞ്ഞാൽ X + 0 -1 + 0 പിന്നെ -1 is equal to 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് X - 2 is equal to 0. X is equal to എത്ര കിട്ടും? +2 എന്ന് പറയുന്ന ചാർജിലോട്ട് കിട്ടും. അപ്പൊ ഇവിടെ പ്ലാറ്റിനത്തിന്റെ ചാർജ് +2 ആണ്. അപ്പൊ പ്ലാറ്റിനം 2 എന്ന് പറയുന്ന കേസ് വരണം. ലാസ്റ്റ് ഒരു ക്ലോറൈഡും കൂടി ഉണ്ട്, പ്ലാറ്റിനം 2 ക്ലോറൈഡ്. സോ ഇറ്റ് ഈസ് ഡൈ അമൈൻ ക്ലോറിഡോ മെത്തനമൈൻ പ്ലാറ്റിനം 2 ക്ലോറൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിന് കറക്റ്റ് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. പ്യുവർലി നീറ്റ് ലെവലിലാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് 2 എന്ന് പറയുന്ന അൺഅക്കാദമിയുടെ മോക്ക് ടെസ്റ്റ് 2 പോയിട്ടുള്ളത്. കൃത്യമായിട്ട് എല്ലാവരും വളരെ പ്ലാനിങ്ങോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഈ വർഷം തന്നെ നിങ്ങളുടെ നീറ്റ് എന്ന് പറയുന്ന ആഗ്രഹം സഫലമാകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.